വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, വളരെ സന്തോഷമായി ഉസ്താദ്. ഉസ്താദെ, ഈ ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത് ഉസ്താദ്, ഇപ്പൊ ഞാൻ കഴിയുന്നതും ഓർമ്മയുണ്ടാകുമ്പോഴൊക്കെ ഇരുന്ന് ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ ധരിക്കുന്നത് ചെരുപ്പും കൂടിയാണ്. അതുകൊണ്ട് ചെരുപ്പിനാണോ ഉസ്താദെ ഈ ഇരുന്ന് ധരിക്കൽ പ്രത്യേകിച്ച്, അല്ല ഷൂനാണോ ഉസ്താദെ പ്രത്യേകിച്ച് സുന്നത്തുള്ളത്? അല്ല ഇത് രണ്ടും പെടുമോ ഉസ്താദ്? ഇങ്ങനെ ചെരുപ്പ് സാരമില്ല എന്നത് ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾക്കൊരു ഉപകാരമായിരിക്കും ഉസ്താദ്. ഒന്നുകൂടി ഉസ്താദ് പറഞ്ഞ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. ചെരുപ്പ് ഷൂ എന്ന വേർതിരിവല്ല, ഉയരം കൂടിയത് ഉയരമില്ലാത്തത് എന്ന നിലക്കാണ്. ഷൂവും ചെരുപ്പും തമ്മിലുള്ള വ്യത്യാസം, ഷൂ ധരിക്കുന്ന ആള് ധരിക്കുന്നതിന് മുമ്പ് ഷൂ എടുത്ത് നന്നായി തട്ടിക്കുടഞ്ഞതിന് ശേഷമേ ധരിക്കാവൂ എന്നതാണ് ഷൂവിന്റെ പ്രത്യേക കൽപ്പന. അതായത് നമ്മൾ അഴിച്ചു വെച്ച ഷൂ അതൊന്ന് കയ്യിലെടുത്ത് നിലത്തൊന്ന് തട്ടിക്കൊടയാതെ ആ നിലക്ക് ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഒന്ന് തട്ടാതെ ആ ഒപ്പിനെടുത്ത് ധരിക്കൽ കറാഹത്താണ് ഷൂ. അത് ഇരിക്കലും നിൽക്കലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിന്റെ കാരണം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷൂ ധരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോ പെട്ടെന്നൊരു പരുന്ത് വന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെരുപ്പ് ഈ പരുന്ത് വാരിയെടുത്ത് പോയി പൊക്കി കൊണ്ടുപോയിട്ട് താഴെ ഇട്ടു. താഴെ വീണപ്പോ അതിൽ നിന്നിട്ടൊരു സർപ്പം പുറത്തു വന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കാവലാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ ആ ഷൂ ധരിച്ചിരുന്നു എങ്കിൽ ഇതിനകത്തുള്ള ആ സർപ്പം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കുമായിരുന്നുവല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല അയച്ച ഒരു കാവലാണ് ആ പരുന്ത് എന്ന് പറയാം. അന്ന് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മോമിനീങ്ങൾ ഷൂ ധരിക്കുന്നതിന് മുമ്പ് തട്ടി ഉള്ളു സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം എന്ന്. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ, ഈ ഷൂ അങ്ങനെയാണല്ലോ, ഉള്ളുള്ള ഒരു സാധനമാണല്ലോ, നമുക്ക് നോക്കിയാൽ ഉള്ളു കാണൂല. അപ്പൊ വല്ല തേളോ പഴുതാരയോ ചെറുതരത്തിലുള്ള പാമ്പുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലത്ത് തണുപ്പിന് വേണ്ടി ഇങ്ങനത്തെയൊക്കെ ഒന്ന് കൂടിയെന്ന് വരും. അപ്പൊ അതൊന്ന് എടുത്ത് നല്ലോണം തട്ടിയാൽ ഈ ഒരു അപകട സാധ്യത ഒഴിവാകും. അപ്പൊ അത് തട്ടണം എന്നതാണ് ഷൂന് ചെരുപ്പിലില്ലാത്ത പ്രത്യേകത. ചെരുപ്പ് പിന്നെ അതിന്റെ ആവശ്യമില്ല, ചെരുപ്പ് കാണുമല്ലോ. ഇവിടെ ഇരുന്ന് കൊണ്ട് ധരിക്കണം എന്ന് പറയാൻ കാരണം, അതിന് അവിടെ തന്നെ ഹാഷ്യക്കാര് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പ് അക്കാലത്ത് ചെരുപ്പ് ഉയരം കൂടിയ ചെരുപ്പ് ഉണ്ടാവുമായിരുന്നു, ഷൂവും ഉയരം കൂടിയതുണ്ട്. അങ്ങനെ ഉയരം കൂടിയ ചെരുപ്പും ഷൂ ആവുമ്പോൾ ഒറ്റ കാലിലാണല്ലോ ആദ്യം ധരിക്കുക. അങ്ങനെ ധരിച്ച് മറ്റേ കാലിൽ ധരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തേക്ക് ആക്ഷൻ കൊടുക്കുമ്പോൾ മറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറിഞ്ഞ് വീണു പോകാനും, അതിലെ മറ്റേ കാല് പടം മറിയാന്നറിയും നമ്മളവിടെ. അതായത് ഈ കാല് തെറ്റിയിട്ട് വേദന വരാനും അപകടം സംഭവിക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഇരുന്നു കൊണ്ട് ധരിക്കണം. അപ്പൊ ബാലൻസ് ശരിയാവുമല്ലോ, രണ്ടിലും ധരിച്ചതിന് ശേഷം ഇരുന്നിരിക്കുമ്പോ. അങ്ങനത്തത് ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഇരുന്ന് ധരിക്കലാണ് സുന്നത്ത്. അതേ സമയത്ത് അവിടെ തന്നെ ആശയക്കാര് പറയുന്നു, ചെരുപ്പ് ഉയരം കുറഞ്ഞതാണ്. ഇനി ഷൂ ആണെങ്കിലും കണക്കാണ്, ഉയരം കുറഞ്ഞതാണ്. സാധാരണ നമ്മളെ ഈ എപ്പോഴും ധരിക്കണ ഉയരമില്ലാത്ത ചെരുപ്പുണ്ടല്ലോ, അങ്ങനത്തതാവുമ്പോ ഒന്ന് ധരിച്ചാൽ, നിന്നുകൊണ്ട് ധരിച്ചാൽ തന്നെ മറ്റേ ചെരുപ്പ് ധരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ ബാലൻസ് മാറുമ്പം മറയാൻ സാധ്യതയില്ല. അങ്ങനത്തോടത്ത് നിന്ന് ധരിക്കുന്നതുകൊണ്ട് ഈ കറാത്ത് വരൂല. അപ്പൊ ഇങ്ങനെ കാല് മറയാനും അപകടം വരാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ഇരുന്നു കൊണ്ട് ധരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉയരം കൂടിയത് ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും ഇരുന്ന് ധരിക്കൽ സുന്നത്താണ്, ഇല്ലെങ്കിൽ നിന്ന് ധരിക്കാം. പക്ഷെ ഷൂ ആവുമ്പം അതിന് ഉയരം കൂടിയതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്ന് കുടഞ്ഞു തട്ടിയതിന് ശേഷമേ ധരിക്കാൻ പാടുള്ളൂ, അല്ലാതെ ധരിക്കൽ കറാത്താണ്. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഉസ്താദിന് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ. അത് ചോദിക്കുന്നതൊക്കെ ഉസ്താദെ ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനാണ് ഉസ്താദെ. ഇനി തലയെക്കെട്ടിനെ കുറിച്ചാണ്. ഇതെല്ലാം പഠിക്കാൻ തന്നെയാണ് ഉസ്താദെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. തലയെക്കെട്ട് കെട്ടുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ തൊപ്പി മാത്രവും അല്ലാതെയും കെട്ടിയിരുന്നു. ഈ തൊപ്പി ധരിക്കുമ്പോൾ
ഇവിടെ ഓട്ടയുള്ള ചെറിയ ചെറിയ ഹോൾസ് ഉള്ള തൊപ്പിയുണ്ട്, ഹോൾസ് ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം, മറക്കുക എന്നതിൻ്റെ നിബന്ധന തൊലിയുടെ നിറം കാണാത്തത് ആണെന്നാണല്ലോ ഉസ്താദെ. അപ്പോൾ ഓട്ടയുള്ള തൊപ്പി ധരിക്കലാണോ നല്ലത്, അല്ല ഓട്ടയില്ലാത്തതാണോ, അത് രണ്ടും ഒന്നാണോ ഉസ്താദെ? തലയിലാവുമ്പോൾ ഇത് പ്രത്യേകത ഉണ്ടോ എന്നതാണ് ഒരു ചോദ്യമാണ്. പിന്നൊന്ന് ഉസ്താദെ, ഈ തൊപ്പി ധരിച്ച് തലയെക്കെട്ട് കെട്ടുമ്പോൾ അതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. കാരണം ഇത്രയും ചർച്ച ചെയ്ത് ഫതഹിലുമീൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഒന്ന് ഉസ്താദോട് ചോദിക്കാൻ വിചാരിച്ചത്. തൊപ്പി ധരിച്ച് അത് മൂടത്തൊക്കെ ഒന്നായി തലയെക്കെട്ട് പൊതിയലാണോ, അല്ല തൊപ്പി കെട്ടി സൈഡ് ഇങ്ങനെ ചുറ്റുകയാണോ ഉസ്താദ് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. ഓട്ടുള്ളത് ഉറുഫിൽ തല മറച്ചതായി എണ്ണുമെങ്കിൽ അസ്ലു സുന്നത്ത് കിട്ടും. മനസ്സിലായില്ലേ? ഓട്ടുള്ള തൊപ്പി ഉറുഫിൽ അത് തലമറച്ചു എന്ന് എണ്ണപ്പെടുമോ? എന്നാൽ അതുകൊണ്ട് സുന്നത്ത് കിട്ടും. തലമറക്കുക എന്ന് പറയാം. ഉറുഫ് അത് തലമറക്കലായിട്ട് എണ്ണൂലേ, എന്നാ സുന്നത്ത് കിട്ടൂല. അതൊക്കെ ഉറുഫ് തീരുമാനിക്കേണ്ടതാണ്. ഏത് തലമറച്ചു എന്ന് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് ഉറുഫ് പരിഗണിച്ചിട്ട് ഉറുഫിൽ തല മറച്ചതായിട്ട് കൂട്ടിയാൽ പറ്റും. പക്ഷേ മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്ന തൊപ്പികൾ ഇന്നത്തതുപോലെ നിറയെ ഓട്ടമുള്ളതായിരുന്നില്ല. എന്നാൽ നടുവിൽ അതുപോലെ തന്നെ മുകളിൽ 2-3 ഓട്ട ഉള്ള പഴയ കാലത്തെ തുർക്കി തൊപ്പിയൊക്കെ അങ്ങനെ ഉണ്ടാകുക. തുർക്കി തൊപ്പി കണ്ടിട്ടില്ലേ? തുർക്കി തൊപ്പിയില് വലിയ വാല് ഉണ്ടാവുമെങ്കിലും ആ വാല് നടുവിലായിരിക്കും. അതിന്റെ 3 ഭാഗത്തായിട്ട് ഓരോ ഓട്ട വെക്കും. എന്താന്ന് വെച്ചാൽ തുർക്കി തൊപ്പി അടഞ്ഞ തൊപ്പിയാണല്ലോ. അപ്പൊ എയർ കിടക്കാനും തല അമിതമായി ചൂടാവാതിരിക്കാനും വേണ്ടി കൊടുക്കുന്ന ഓട്ടയാണ്. അങ്ങനെ ഓട്ട വെച്ച തൊപ്പി മഹാന്മാരായ സ്വാലിഹീങ്ങളും ധാരാളം ധരിക്കുന്നത് കാണാം. അത് ഫളീലത്ത് കുറവൊന്നുമില്ല. എന്നാൽ ഇപ്പത്തെ ഈ ബലത്തൊപ്പി ഉണ്ടല്ലോ, ബലത്തൊപ്പി നാട്ടിന് ഉറുഫിൽ അത് തലമറച്ചു എന്ന് പറയാൻ പറ്റുമെങ്കിൽ അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും അത് ഉത്തമമായതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ അത് പതിവാക്കി കാണുന്നില്ല. അതുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല. ഉറുഫ് തലമറച്ചായിട്ട് എണ്ണുന്നുണ്ടെങ്കിൽ അസ്ലു സുന്നത്ത് കിട്ടും. എന്നാൽ അഫ്ളൽ അതല്ല. തീരെ ഓട്ടണ്ടായിക്കൂടാന്നും അല്ല. തലപ്പാവ് തൊപ്പിക്കനുസരിച്ചാണ്. അതുപോലെ തന്നെ ചില പ്രാദേശികമായ വ്യത്യാസം അതിലുണ്ട് താനും. മുമ്പൊക്കെ വലിയ തുർക്കിത്തൊപ്പി മഹാന്മാരായ ആലിമീങ്ങൾ വലിയ തുർക്കിത്തൊപ്പി ധരിച്ചിട്ട് അതിന്റെ ചുറ്റും തലപ്പാവ് കെട്ടലായിരുന്നു പതിവ്. എന്നാൽ അത് മൊത്തം എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ബാധകമായി കാണുന്നുമില്ല. അപ്പൊ അതൊക്കെ പ്രാദേശികമായി കണക്കാക്കേണ്ട ഉറുഫാണ്. അത് ധരിക്കുന്ന ആളെ സംബന്ധിച്ച് ആ നാട്ടിന്റെ ഉറുഫ് അനുസരിച്ച് ഉലമാഇന്റെ ആദത്ത് ഏതോ അത് ഉലമാവിനും, അവാമ് സാധാരണക്കാരന്റെ ആദത്ത് ഏതോ അത് സാധാരണക്കാരനും അഫ്ളലായി വരും. അങ്ങനെ ഇപ്പൊ അതിന് കണക്കാക്കാൻ പറ്റുള്ളൂ. ശുക്രൻ ഉസ്താദ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഇന്നലത്തെ മിനിയാന്നത്തെ പാഠത്തിൽ ഉസ്താദെ ഒരു വാക്കിന്റെ അർത്ഥം, ഞങ്ങളുടെ നാട്ടില് ഈ പഴയ കാലത്ത് ആൾക്കാര് മുസ്ലിങ്ങളും ചെയ്തിരുന്നു, ഹിന്ദുക്കളാ കൂടുതൽ ചെയ്തിരുന്നത്, ഈ ചാണകം കലക്കിയിട്ട്, പണ്ട് കാലത്ത് സിമന്റ് ഇല്ലല്ലോ, അപ്പോൾ നിലത്ത് ഇങ്ങനെ തേക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ചില മുസ്ലിങ്ങൾ അത് ചക്കപ്പായത്തിന്റെ ഇല ചേർത്തേക്കും നജസ് അല്ലാവാതിരിക്കാൻ വേണ്ടി. പറഞ്ഞതാണ് ഉസ്താദെ ഈ ഇബാറത്ത് ഞാനൊരു ടെസ്റ്റ് ചെയ്യുന്നു ഉസ്താദെ. തസ്മീദു അർളിം ബി നജസിൻ എന്ന് പറഞ്ഞത് ഉസ്താദിന് ഉസ്താദിന്റെ ഭാഷ നമുക്ക് തിരിയാത്തതുകൊണ്ടാണ് എനിക്കത് മെഴുകുക എന്ന ഉസ്താദ് പറഞ്ഞത്. എനിക്ക് ഇതിന്റെ അർത്ഥം അറിഞ്ഞില്ല ഉസ്താദെ. അപ്പൊ ഈ നജസ് ഇങ്ങനെ ചാണകം പോലെ തേക്കുന്നതിനെ കുറിച്ചാണ് ഉസ്താദെ പറഞ്ഞത്? അതല്ല, ഈ സ്ഥലത്തിന് ഈ തെങ്ങിനും മറ്റും വളം ഇടുന്നതിനെ കുറിച്ചാണ് ഉസ്താദ്. ഒന്ന് 2 ഉസ്താദ് പറഞ്ഞിരുന്നു, ഒന്ന് വിശദീകരിച്ച് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും ഞാനും പറയാൻ കാരണം. അതായത്
വളമായിട്ട് നാം ഉപയോഗിക്കുന്ന കൃഷികളിൽ ഈ കാലിവളം പോലെയുള്ള, അതുപോലെ മരം ഉൾപ്പെടെയുള്ള നജസ് കൊണ്ട് വളം ചേർക്കുക, അതും പെട്ട്, അതുപോലെ തന്നെ ഈ നിലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ ചാണകം പോലത്തത് കലക്കിയിട്ട് തേക്കല് പെട്ട്, അതും പെട്ട്. അത് കറാഹത്താണെന്നാണല്ലോ പറഞ്ഞത്. അത് ഹറാമില്ല എന്ന് അറിയാൻ കാരണം എന്താ വെച്ചാല്, ഹറാമ് എന്ന് പറയുകയാണെങ്കിൽ ഹറാമ് ശരീരത്തിൽ ആവശ്യമില്ലാതെ തേക്കലേ ഹറാമാവുള്ളൂ. ശരീരത്തിൽ പോലും ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ തേക്കൽ ഹറാമൊന്നുമില്ല. അപ്പൊ നിലത്ത് തേക്കൽ ഹറാമാണെന്ന് നമുക്ക് പത്ത് കൊടുക്കാൻ പറ്റൂല. പക്ഷേ നജസ്സുമായി വിട്ടു നിൽക്കലാണല്ലോ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ഉത്തമം. അതുകൊണ്ട് നേരത്തെയൊക്കെ കരി തേക്കുന്ന കൂട്ടത്തിൽ എന്തു കൂട്ടുമായിരുന്നു? വളം ചേർക്കുമായിരുന്നു, കാലിവളം. ആ വളം ചേർത്തിട്ട് മെഴുകിയാൽ അതിന്റെ മുകളിൽ പായയോ മറ്റോ വിരിച്ചു നിസ്കരിക്കുകയാണെങ്കിൽ പോലും നജസ്സിനോട് നേരിടുക എന്ന കറാഹത്ത് വരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. മനസ്സിലായില്ലേ? രണ്ടും പെട്ടെന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ല, ആശയക്കാര് രണ്ടിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നവർക്കും അല്ലാതെ കാറ്റിൽ പൊടിയായി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് കാരിവളം കലക്കി തേക്കുന്നതിനെ സംബന്ധിച്ചും രണ്ടും കറാഹത്ത് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമലൈക്കും ഉസ്താദ്. ഈ ഷുഹറത്തിന്റെ വസ്ത്രം ധരിക്കൽ നല്ലതല്ലാന്നുണ്ടല്ലോ, അത് ഷുഹറത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ കന്തൂറ, അതായത് സൗദിയിൽ പറയുന്ന സൗബ് ഉപയോഗിക്കുന്നത് അതിൽ പെടുമോ എന്നാണ് അറിയേണ്ടത്. ഷുഹറത്തിന്റെ വസ്ത്രം കറാഹത്ത് അവന്റെ നിയ്യത്ത് പോലെ ഉണ്ടാകും. മനസ്സിലായില്ലേ? നാട്ടിൽ ആരും ധരിക്കൽ ആദത്തില്ലാത്ത ഒരു വസ്ത്രം ജനങ്ങളുടെ ഇടയിൽ അതുകൊണ്ടൊരു ശ്രദ്ധേയനാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് നല്ലതല്ല. അതേ സമയത്ത് നാട്ടിൽ ഇന്ന് ആലിമീങ്ങൾ വ്യാപകമായി ധരിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് അതൊരു ഷുഹറത്തിന്റെ വസ്ത്രം അല്ല. അതേ സമയത്ത് ഒരു സാധാരണക്കാരൻ നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് കന്തൂറ ധരിച്ച് നടക്കുക എന്നാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റൽ അതിലുണ്ട്. അപ്പൊ ആ നാട്ടിന്റെ ഉറുഫിനനുസരിച്ച് ചെയ്യലാണ് എപ്പോഴും മാന്യത. മനസ്സിലായില്ലേ? ഒരു വ്യക്തിക്ക്, ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്റ്റാൻഡേർഡിൽ ഒരു മുറുവത്തുണ്ട്. ഫിഖിന്റെ ഭാഷയിൽ മുറുവത്ത് എന്നാ പറയാം, മാന്യത. ആ മാന്യതക്ക് ഭംഗം വരും. ആ നാട്ടിന്റെ ഉറുഫ് അനുസരിച്ച് അതാത് സ്റ്റാൻഡേർഡുകാർ അവർക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കണം. മറിച്ചായാൽ ഈ മുറുവത്ത് കേടുവരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേ സമയത്ത് ഈ ഒരു മനുഷ്യൻ സ്ഥിരമായി കന്തൂറ ധരിച്ച് ആദത്തായ ആളാണ്, എന്നാ അയാളെ ആദത്ത് എന്നുള്ള എനിക്ക് ധരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എങ്കിലും ഈ ഉദ്ദേശത്തോടു കൂടി ആവുക, മുറുവത്ത് കേട് വരുന്ന രീതിയിലാവുക, അത് രണ്ടും ഉപേക്ഷിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ എല്ലാ ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഇൽമിൽ ബർക്കത്തും ചെയ്യുമാറാവട്ടെ. ഉസ്താദ്, ഞാനിപ്പോൾ ചോദ്യം ചോദിക്കാനല്ല, ഇവിടെ ജിദ്ദയിലെ ഉസ്താദിനറിയാം, ജാമ്യയിലുള്ള മുഹമ്മദിൽക്ക എന്ന ഡ്രൈവർ ഉസ്താദ് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ മാമ എന്ന് പറയുന്ന അവരുടെ കഫീല് ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഇന്ന് സുബഹിക്ക് ശേഷം ബാവക്കലും മറവ് ചെയ്തു. സഹർ ബിന്ത് ബഷീർ എന്നാണ്, ഉസ്താദിന് അറിയാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാമാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മുഹമ്മദിൽക്ക ഉസ്താദിനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് നന്നായിട്ട് അറിയാം, മഹമാനിയെ അറിയാം, മഹമാലിയാക്കാനെ അറിയാം. നല്ലൊരു സുന്നി പ്രവർത്തകനാണ്. നമ്മുടെ ICF-ന്റെ നല്ലൊരു സഹകാരിയാണ് മുഹമ്മദ് അലിയാക്ക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉമ്മാമ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഉമ്മാമയാണ്.
എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയപ്പെട്ടിരുന്ന വലിയ മഹാനായ ഒരു ആലിം ഉണ്ടായിരുന്നു. സുന്നിയായ നല്ലൊരു പ്രഗത്ഭനായ ഒരു ആലിം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ഉമ്മാമ. ആ മഹാനായ ഉസ്താദ് വഫാത്തായി പോയിട്ട് കുറെ കൊല്ലങ്ങളായി. ഒരുപാട് കിതാബ് മഹാനവറുകളുടെ കയ്യിലുണ്ട്. ഒക്കെ പഴയ സുന്നി കിതാബുകളാണ്. നല്ല മഹാനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വഫാത്തായി. ഈ ഉമ്മ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് തരക്കേടില്ല, നല്ല കുട്ടികളാണ്. പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട്. അവരാഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഉമ്മാന്റെ അടുത്ത് ഒരുമിച്ച് കൂടും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ തൊട്ട് ആ പഴയ ആചാരങ്ങളൊക്കെ ആ ഉമ്മ എന്നും നിലനിർത്തി പോന്നിരുന്നു. തന്നെയല്ല, നമുക്കൊക്കെ നമ്മുടെ സെന്ററുകളിലൊക്കെ വെച്ച് നബിദിന പരിപാടി നടത്തുമ്പം, അതുപോലെ തന്നെ സ്വലാത്ത് പരിപാടി നടത്തുമ്പം അതിനൊക്കെ നല്ല സാമ്പത്തിക സഹായം ഈ മുഹമ്മദിലാക്ക മുഖേന ആ ഉമ്മാമ തന്നിരുന്നു. അല്ലാഹു തആല ആ ഉമ്മാമയുടെ ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും അവരുടെ ഭർത്താവായിരുന്ന ആ മഹാനായ പണ്ഡിതന്റെയും ഒക്കെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതോടുകൂടി തന്നെ മുഹമ്മദിലാക്ക ഫാമിലി ഉൾപ്പെടെ താമസിക്കുകയാണ്. ഒരു ഹൗസ് ഡ്രൈവർ എന്നുള്ള നിലക്കല്ല, ഒരു സ്വന്തം മകനെ പോലെ ആ ഉമ്മാമ കണ്ടിരുന്ന. അവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നിട്ടൊക്കെ മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, സഹോദര സഹോദരിമാർ, മറ്റു ബന്ധുജനങ്ങൾ, ഉസ്താദന്മാർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്തും റഹ്മത്തും മഗ്ഫിറത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ എല്ലാ ബറക്കത്തും അല്ലാഹു തആല അവരുടെ ഖബറിടങ്ങളിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും ഉസ്താദെ, എന്റെ സംശയം സക്കാത്തിനെ കുറിച്ചാണ്. ഇവിടെ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കിട്ടുന്ന ക്യാഷ് മാസം മാസം ബാങ്കിൽ നാട്ടിലിട്ടിട്ട് ഒരു കൊല്ലം തെയ്യുമ്പോ നാട്ടിലാണോ സക്കാത്ത് കൊടുക്കേണ്ടി അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണോ എന്നുള്ളത്. വലൈക്കും അസ്സലാം. കൂടാൻ മറന്നുപോയതേക്ക. ബാങ്ക് നാട്ടിലെ ബാങ്കിലാണ് പൈസ ഡിപ്പോസിറ്റ് ചെയ്തതെങ്കിൽ നാട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നാട്ടിലെ ബാങ്കിൽ നമ്മൾ NRI അക്കൗണ്ടിലോ അതുപോലത്തെ നാട്ടിലെ ഏതെങ്കിലും ബാങ്കിന്റെ അക്കൗണ്ടിൽ നാട്ടിലാണ് ഇട്ടത് പൈസ എങ്കിൽ നാട്ടിൽ കൊടുക്കുക. ഇവിടത്തെ ബാങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ തന്നെ. അതായത് അതിന്റെ കണക്ക് എത്രയാണെന്ന് വെച്ചാൽ ഈ ഉടമക്കാരൻ എവിടെ ഉണ്ട് എന്നല്ല നോക്കേണ്ടത്, മറിച്ച് നമ്മുടെ പണം എവിടെയാണുള്ളത്, ഈ സ്വത്ത്, അതാണ് നോക്കേണ്ടത്. അത് നാട്ടിലാണെങ്കിൽ നാട്ടിൽ കൊടുക്കുക, ഇവിടെ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക. അതാണ് ശാഫിഈ മദ്ഹബ്. വലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? പിന്നെ എനിക്കുള്ള ചോദ്യം ഉസ്താദേ, ഈ നോമ്പ് നമ്മള് അത്താഴം കഴിക്കുമ്പോൾ ഇവിടുത്തെ നിസ്കാരത്തിന്റെ ടൈമുമ്പോഴൊക്കെ സുബീന്റെ ടൈമിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇംസാക്ക്, ഇപ്പൊ 4:13 വെച്ചെങ്കിൽ 4:03 ഇംസാക്ക് നേരി കാണുന്നുണ്ട്. അപ്പൊ ആ 3-ന്റെ ശേഷം ഭക്ഷണം വല്ല കഴിച്ചാൽ നോമ്പിൽ എന്തെങ്കിലും തകരാറുണ്ടാവോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ പലരും ചോദിച്ച് കേൾക്കലില്ല. അതായത് നോമ്പ് അത്താഴം കഴിക്കൽ സുന്നത്തായ സമയവും കറാഹത്തായ സമയവും രണ്ടുണ്ട്. രാത്രിയുടെ അവസാന യാമങ്ങളിൽ അത്താഴം കഴിക്കലാണ് സുന്നത്ത്. എന്നാൽ ബാങ്കിനോടടുത്ത് ഷെക്കിന്റെ സമയം എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. ആ സമയത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്, പ്രത്യേക കാരണം കൂടാതെ. അപ്പൊ ഇംസാക്കിന്റെ സമയം എന്ന് പറയുന്ന, നമ്മളെ നാട്ടിൽ അതിന് അത്താഴ വിരാമം എന്നാണ് പറയാ. ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദായിരുന്ന UK ആറ്റക്കോയത്തങ്ങൾ, മഹാനായ UK ആറ്റക്കോയത്തങ്ങളുടെ നിസ്കാര പട്ടികയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ അധിക പള്ളികളിലും ഉപയോഗിക്കുന്നത്. അതിൽ കാണാം അത്താഴ വിരാമം എന്ന് പറഞ്ഞിട്ട്. ഈ സമയം ഷെക്കിന്റെ സമയം എന്ന് പറയും. ആ സമയത്ത് ഭക്ഷണം കഴിക്കൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്, അത്രേ ഉള്ളൂ. അതേ സമയത്ത് ആ സമയത്ത്
അത്താഴം കഴിച്ചത് കൊണ്ട് നോമ്പ് സഹിയാകാതിരിക്കുകയോ നോമ്പിനെ ഭംഗം വരുത്തുകയോ ഒന്നും ചെയ്യൂല. തന്നെയല്ല, ഒരാള് അറിയാൻ താമസിച്ചു പോയി, ആ സമയം എത്തിയതിനു ശേഷം അദ്ദേഹം നോമ്പ് പെട്ടെന്ന് ഉണർന്ന് നോക്കുമ്പോ അത്താഴം കഴിച്ചിട്ടില്ല, പറഞ്ഞേക്ക് 10 മിനിറ്റേ സമയമുള്ളൂ, എന്നാ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. മനഃപൂർവ്വം ആ സമയത്തേക്ക് പിന്തിക്കുന്നത് നല്ലതല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ അത്താഴം കഴിച്ച് നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലായിരുന്നു എന്ന്. അത് കേട്ടാ വഹാബിക്ക് നല്ല സുഖാണ്. അങ്ങനെ സുഖം വേണ്ടെന്നുള്ളവർക്ക് അപ്പൊ തന്നെ ശിഷ്യന്മാര് ചോദിച്ചു, കം കാന ബൈനഹുമാ, ഈ അത്താഴം കഴിക്കുന്നതിന്റെയും നിങ്ങൾ നിസ്കരിക്കുന്നതിനാൻ പ്രവേശിക്കുന്നതിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഖദറ 50 ആയാൽ ഒരു 50 ആയത്ത് ഓതാൻ ആവശ്യമായ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മിതമായ വലിപ്പമുള്ള ആയത്തുകൾ മിതമായ സ്പീഡിൽ ഓതാൻ ഉപയോഗപ്പെടുന്ന സമയമാണ് ഈ ഖദറ 50 ആയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയമാണ് ഈ അത്താഴ വിരാമം എന്ന്. അപ്പൊ അവസാനമായി സ്വഹാബത്ത് അത്താഴം കഴിച്ചിട്ട് സുബിയാകുന്നതിന്റെ ഇടക്ക് ഒരു 50 ആയത്ത് മിതമായ നിലക്ക് ഓതാൻ ആവശ്യമാവുന്ന സമയം ഇടവിടുമായിരുന്നു എന്നാണല്ലോ ഇപ്പൊ ഹദീസ് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഇത്രയും സമയം ഒഴിവാക്കൽ സുന്നത്താണ്. എന്നാൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നോമ്പിന് തകരാറൊന്നും ഇല്ല. മനസ്സിലായല്ലോ? സുന്നത്ത് അഫ്ളല് ഇത്രയും സമയം വിട്ട് അതിന്റെ മുമ്പ് കഴിക്കലാണ്. ഇനി സംഗതി വശാൽ താമസിച്ചു പോയാൽ നോമ്പ് സഹിയാവാതിരിക്കില്ല. ജലദോഷം വന്നാൽ ആവി പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, ഇത് കൊണ്ടിട്ട് നോമ്പ് മുറിയുമോ എന്നാണ് സംശയം. ആവി പിടിക്കുക എന്ന് പറഞ്ഞാൽ ചുടുവെള്ളത്തിൽ വിക്സ് വെച്ചിട്ട് പിന്നെ നമ്മൾ തല മൂടിയിട്ട് ഒന്നായിട്ട് വലിക്കുക, മൂക്ക് കൂടെയൊക്കെ. അതിൻ്റെ എരിവും പുളിയും ഒക്കെ തൊള്ളയിലേക്ക് മൂക്ക് കൂടി കിടക്കും. അതുകൊണ്ടിട്ട് നോമ്പ് മുറിയുമോ എന്നാണ് ഒന്ന്. രണ്ടാമതായിട്ട് രണ്ടാമത്തെ വാല് തലപ്പാവിന് ചിലർ ഒരു സൈഡിൽ വെക്കാറുണ്ട്. ഇത് നോമ്പിന് ജലദോഷം പിടിച്ചതിന് ആവി കൊള്ളുന്നതിന് കുഴപ്പമുണ്ടോന്ന്? ആവി കൊള്ളുന്നതുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. തുറന്ന ദ്വാരത്തിലൂടെ തടിയുള്ള വസ്തു വല്ലതും ഉള്ളിലേക്ക് ചേർന്നെങ്കിലേ എന്താവുള്ളൂ, നോമ്പ് മുറിയുള്ളൂ. അല്ലാതെ ഈ വാസനയും മാത്രം എത്തിയത് കൊണ്ട് കുഴപ്പമില്ല. വിക്സോ ഇനി അതല്ലെങ്കിൽ തുളസിയില, വിക്സിനാട്ടിലൊക്കെ നല്ലതേ വിക്സൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ അനാവശ്യമായ അപകടകരമായ ചില കെമിക്കലുകളൊക്കെ കൂടുന്നുണ്ട്. നല്ലത് നല്ല തുളസി ഉണ്ടാവൂലേ നാട്ടില്, അതുണ്ടെങ്കിൽ അതിന്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ആവി കൊള്ളുകയാണ് ഏറ്റവും നല്ലത്. ഏതോട്ടെ അങ്ങനത്തെ സംഗതികൾ. ഈ ആവി കൊള്ളുന്നത് കൊണ്ട് തടിയുള്ള വസ്തു ഉള്ളിൽ കിടക്കാത്തത് കൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ പറഞ്ഞ രണ്ടാം വാല് പ്രത്യേക സുന്നത്തില്ല, എന്നാൽ അത് വെക്കുന്നതുകൊണ്ട് തെറ്റാണെന്ന് പറയാനും വരില്ല. പ്രത്യേക സുന്നത്തില്ല. ഏതായാലും സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലൊക്കെ കാണുന്നത് പിന്നിൽ പുറകുവശത്തേക്ക് വാല് തൂക്കിയിടുമായിരുന്നു എന്നാ. അതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു കുട്ടി വാല് കുത്തുണതിന്റെ തല ബാക്കി കിടക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, പ്രത്യേകിച്ച് സുന്നത്തും ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല. സൈഡ് വാല് എന്നല്ല അതിന് പറയാം. അങ്ങനെ ഒരു ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് ഒരു പുക വെക്കണതാ. ഒന്നിങ്ങനെ കീപ്പിട്ട് തൂങ്ങിക്കുക, ഒന്നിങ്ങനെ തല പൊങ്ങിട്ട് ഈ പൂവൻകോയിന്റെ വാല് പോലെ മേപ്പിട്ട് ഇങ്ങനെ പൊന്തിക്കണേ. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെ പ്രത്യേക സുന്നത്തുള്ളതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്റെ സംശയം, ഇവിടെ ഗൾഫില് ഊത് പുകക്കാറുണ്ട് നിസ്കരിക്കുന്ന സമയത്ത്. ഈ റമദാൻ മാസത്തിലാണെങ്കിൽ പോലും അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ളുഹർ നിസ്കരിക്കാൻ നേരത്തെ പോയപ്പോ അവിടെ ഊത് പുകച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുക നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്നാണ് എന്റെ ചോദ്യം. മറ്റൊരു ചോദ്യം, ഈ ബെഡ്സ് ചെപ്പിത്തൂണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ?
നോമ്പിന് ഊത് പുകയിക്കുന്നത് പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണെന്ന ഷാഫി മദ്ഹബ് അനുസരിച്ച്. സുഗന്ധ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ സുഗന്ധങ്ങളിൽപ്പെട്ട സുഗന്ധമാണ് ഊത്. അപ്പൊ അത് നോമ്പിന്റെ പകൽ സമയത്ത് കറാഹത്താണ്. എന്നാൽ അത് ശ്വസിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാനപ്പൂർവ്വം അത് ചെയ്യൽ കറാഹത്താണ്. എന്നാൽ നമ്മൾ പോകുന്ന പള്ളിയിൽ ഊത് പുകയിക്കുന്നുണ്ട് എന്നൽക്ക് അവിടെ പോകാതെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പുകയിക്കണ്ട, നാം അത് പുകയിക്കുക അല്ലെങ്കിൽ സുഗന്ധം പൂശുക എന്നിവ ചെയ്യൽ കറാഹത്താണ്. നോമ്പ് മുറിയൊന്നുമില്ല. ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേക്ക് അതിന്റെ തല കടക്കുമല്ലോ. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ചെവിക്കുണ്ടിൽ നിന്നിട്ട് നോക്കിയാൽ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ തല പ്രവേശിച്ചാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന അവസ്ഥ വരുന്നത് കൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. നോമ്പിന്റെ പകൽ സമയത്ത് ബഡ്സ് ഉപയോഗിച്ച് ചെവിയുടെ ഉള്ളു വൃത്തിയാക്കുന്ന അവസ്ഥ ഉപേക്ഷിക്കേണ്ടതാണ്. വല്ല അപകടകരമായ വല്ല വസ്തുക്കളും ഉള്ളിൽ കയറിയാൽ കുടുങ്ങുമ്പോൾ ചെയ്യേണ്ടതല്ല. ഏതായാലും നോമ്പ് മുറിയാൻ കാരണമാവുന്നത് കൊണ്ട് ബഡ്സ് ഉപയോഗിച്ച് റമദാനിന്റെ പകൽ സമയത്ത് ചെവിയുടെ ഉൾഭാഗം വൃത്തിയാക്കുന്ന ഏർപ്പാട് ഉപേക്ഷിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക്സ്. നേരത്തെ ചോദിച്ച ചോദ്യത്തില് ഊത് പുകക്കുന്ന വിഷയത്തില് എന്റെ മെയിൻ മർമ്മപ്രധാനമായ ചോദ്യം, നമ്മൾ ഊത് പുകക്കണം എന്നല്ല എന്റെ ചോദ്യം. ഈ കട്ടിയുള്ള പുക സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയെന്ന് പണ്ട് ഉസ്താദന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു കട്ടിയുള്ള പുകയാണ്. ചില സമയങ്ങളിൽ അത് ഇപ്പൊ ഒന്നാം സെഫിലേക്ക് നിൽക്കുന്ന സമയത്ത് നല്ല കട്ടിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ കട്ടിയുള്ള പുക സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ നോമ്പ് മുറിയുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും. പെട്ട് പറഞ്ഞതിൽ നിങ്ങള് മനസ്സിലാക്കാച്ചിട്ട പുക കട്ടിണ്ട്, നല്ല എണ്ണ ഉണ്ടായിന്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ മറ്റേ ഊത് കത്തുമ്പോൾ ആ പുകയിൽ അതിന്റെ എണ്ണ കലരുന്നുണ്ട് എന്നത് സത്യമാണ്. അത് തടിയോടുകൂടി നമ്മൾ വായിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും. അല്ലാതെ വാസന എത്ര ശക്തമായ വാസനയും ശ്വസിച്ചത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. മറ്റേ നിങ്ങൾ മനസ്സിലാക്കിയ അടുത്ത് പയച്ചതാണ്. അതായത് വായിലേക്ക് എടുത്ത് വായിൽ ഈ പുക കേറിയ പുക ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയൂന്ന്. അതിപ്പോ നമ്മൾ എന്തായാലും ചെയ്യണില്ലല്ലോ. മൂക്കിന് ശ്വസിക്കുമ്പം അതിന്റെ വാസന വരുന്നു എന്നല്ലാതെ തടി വായിലേക്ക് ആ പുക കയറുകയും അത് ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ, ഇപ്പൊ നമ്മൾ പുക വലിക്കുന്നതൊക്കെ പോലെ സിഗരറ്റൊക്കെ ഉണ്ടല്ലോ, വായിലേക്ക് കയറിയാൽ ഉമിനീരുമായി കലർന്ന് ആ ഉമിനീര് കീപ്പോട്ട് ഇറങ്ങുമ്പോ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നതാണ് പറയുന്നത്. അതിപ്പോ നമ്മൾ വായിലേക്ക് എടുക്കണില്ലത്, മൂക്കിൽ വാസന കയറുന്നല്ലോ, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷേ ഉത്തമമല്ല, കറാഹത്താണ് സുഗന്ധം ഉപയോഗിക്കുക എന്ന നിലക്ക്. ഹലോ, അറിയാതെ ഉമ്മുനീരിന്റെ കൂടെ ബ്ലഡ് ഇറങ്ങിപ്പോയ നോമ്പ് മുറിയും. മറുപടി കിട്ടിയില്ല. ചോദ്യം കഴിഞ്ഞാൽ ഹബീബെ പെട്ടെന്ന് മൈക്ക് വിടണം, അല്ല ഞാൻ എനിക്ക് മൈക്ക് എടുക്കാൻ കഴിയോ? ചോദ്യത്തിന് മറുപടി പറയണേ. നിങ്ങൾ മൈക്കിടെ മറന്നതേക്കാറ് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. മൈക്ക് ചോദ്യം കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണം. ഒരു വ്യക്തി സ്ഥിരമായി വായില് രക്തം വന്നുകൊണ്ടിരിക്കുന്ന ആൾ, അങ്ങനെ ഉണ്ട്. ഈ മോണക്ക് ചില തകരാറുണ്ടായിട്ട് എത്ര ശ്രദ്ധിച്ചാലും ഈ രക്തം ഇങ്ങനെ കുറേശ്ശെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അത് കലർന്ന ഉമിനീര് മനഃപൂർവ്വം ഇറക്കിയാൽ നോമ്പ് മുറിയും.
കാരണം എന്താന്ന് വെച്ചാൽ നജസ്സുമായി കലർന്നതാണ്. ഒരാളത് രോഗിയായി മാറുകയും അത് സ്ഥിരമായി ഉണ്ടാവുകയും അത് ഒഴിവാക്കാൻ പറ്റാത്ത നിലക്കാവുകയും ചെയ്താൽ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഇനി അങ്ങനെയല്ല, സാധാരണ അങ്ങനെ ഒരു രോഗമായിട്ടുള്ളവരൊന്നുമല്ല, എന്തോ സംഗതി വശാൽ ഒരിക്കൽ രക്തം വന്നു, ആ രക്തം കലർന്ന ഉമിനീര് തുപ്പിക്കളഞ്ഞ് വൃത്തിയാക്കാൻ സൗകര്യപ്പെട്ടിട്ട് അത് ചെയ്യാതെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും, തർക്കമില്ല. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടും രണ്ടായി കാണണം. ഒന്ന് സ്ഥിരമായി ഒരു രോഗിയാണ്, രോഗം അത് എപ്പോഴും അങ്ങനെ രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എന്നാലും മനഃപൂർവ്വം ഇറക്കിയ നോമ്പ് മുറിയും. മനഃപൂർവ്വം ഇറക്കാതെ അബദ്ധത്തിൽ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയില്ല. എന്നാൽ അപൂർവമായി പുറപ്പെടുന്ന രക്തമായതുകൊണ്ട് എപ്പോഴും ഇല്ല, എന്തോ സംഗതി വശാൽ പല്ല് കുത്തിയപ്പോഴോ എന്തോ കാരണവശാൽ പുറപ്പെട്ട രക്താണ് എങ്കിൽ വായി കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. കഴുകി വൃത്തിയാക്കാതെ രക്തവുമായി കലർന്ന ഉമിനീര് മനഃപൂർവ്വം ഇറക്കിയാലും നോമ്പ് മുറിയും, അശ്രദ്ധമായിട്ട് ഇറങ്ങിപ്പോയാലും നോമ്പ് മുറിയും. കാരണം കഴുകി വൃത്തിയാക്കൽ വുജൂബായതുകൊണ്ട് അത് ചെയ്യാത്തതിനാൽ അവന്റെ അടുക്കൽ വീഴ്ചയുണ്ട്. അപ്പം നജസ് കലർന്ന ഉമിനീര് കീഴ്പ്പെട്ടിറങ്ങിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അസ്സലാമു അലൈക്കും സാറേ, ഒരു വ്യക്തി അയാളുടെ മകളുടെ വിവാഹാവശ്യാർത്ഥം വർഷങ്ങളായിട്ട് ഗൾഫിൽ നിന്നും പോകുമ്പോൾ കുറേശ്ശെ കോയിനുകളായി, സ്വർണം കോയിനുകളായി സൂക്ഷിക്കുന്നുണ്ട് നാട്ടില്. അത് ഏകദേശം 100 പവനോളം വരുന്നുണ്ട്. ഇതിന് സദക്ക കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോയിനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ പോലും സ്വർണ്ണ കോയിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് എപ്പോഴാണോ 85 ഗ്രാം തികഞ്ഞത് അവിടെ മുതൽക്ക് കൊല്ലം തികയുമ്പോൾ 2.5% സക്കാത്ത് കൊടുക്കൽ വുജൂബാണ്. 100 പവൻ ഉണ്ടെങ്കിൽ 2.5 പവൻ ഒരു വർഷത്തിൽ കൊടുക്കണം. അങ്ങനെ അത് കൊടുക്കൽ വുജൂബാണ്. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവും. അതേ സമയത്ത് അത് ആഭരണമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു എങ്കിൽ അത് ഒരു പെൺകുട്ടിയുടെ ഉപയോഗത്തിന്റെ ഉദ്ദേശം വെച്ചുകൊണ്ടും ആണെങ്കിൽ അതുകൊണ്ട് സക്കാത്ത് വുജൂബാവൂല. ഇപ്പൊ അങ്ങനെയല്ല. അതിപ്പോ അതിന് പ്രശ്നം എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടിയായിക്കാരോ, കുട്ടി വലുതായി കല്യാണം കഴിക്കാനാവുമ്പോഴേക്ക് ഇപ്പത്തെ ആഭരണങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആവും. അപ്പൊ അന്നത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ അന്നത്തെ ആഭരണം വാങ്ങാന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഉണ്ടാക്കാന്നുള്ള നിലക്കോ ആണ് സ്വർണം സൂക്ഷിക്കുന്നത്. അപ്പോൾ സൂക്ഷിപ്പ് സ്വർണമായി പരിഗണിക്കുകയും സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ചുരുങ്ങിയത് 85 ഗ്രാമാണ് ചുരുങ്ങിയ കണക്ക്. അതിന്റെ മേപ്പെട്ട് എത്ര ഉണ്ടെങ്കിലും ഒരു കൊല്ലം തികയുമ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള സ്വർണത്തിന്റെ 2.5% സക്കാത്തായി കൊടുക്കൽ വുജൂബാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അജ്മ എന്നുള്ള ഐഡിയിൽ കൈപൊക്കിയിട്ട് പിന്നെ മൈക്ക് എടുത്തിട്ടില്ല. സുഹൃത്തുക്കൾ ആരും മൈക്ക് ചാടരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. എല്ലാവരും തിരക്കുള്ളവരായിരിക്കും. വിരുദ്ധുള്ളവരൊക്കെ മൈക്കിലേക്ക് വേഗം ഒന്ന് ചോദിച്ചു പോകാമെന്ന് വരരുത്. എല്ലാവർക്കും അവനവന്റെ ആവശ്യത്തിനനുസരിച്ചാണ് കൈപൊക്കുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്നറിയും. ഉസ്താദ്, ഷാഫി മദ്ഹബ് തഖ്ലീദ് കൊണ്ട് നിസ്കരിക്കുന്ന ഒരാള് ഹംബലികളോട് തുടർന്ന് വിത്ർ നിസ്കരിക്കുമ്പോൾ അവരുടെ വിത്തറിലുണ്ടാകുന്ന കുനൂത്തിൽ കൂടുന്നത് കൊണ്ട് അവരുടെ നിസ്കാരത്തിന് വല്ല ഭംഗം വരും. ഇപ്പോൾ തറാവിഹിനൊക്കെ ഇപ്പോൾ ഇവിടെ മറ്റുള്ള ആളുകളും സംബന്ധിക്കാറുണ്ട് പള്ളികളിൽ. അപ്പോൾ അവിടെ അവസാനത്തിലുണ്ടാവുന്ന വിത്തറിൽ നമുക്കിപ്പം 15-ന് ശേഷം വിത്തർ സുന്നത്തുള്ളല്ലോ. അപ്പൊ അതിന് മുമ്പ് തന്നെ വിത്തറിൽ കൂടുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടല്ലോ എന്ന് അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. അത് ചെറുപ്പുസ്താദിന് വേണ്ടിയിട്ടല്ല ചോദിച്ചത്, ആളുകൾക്ക് വേണ്ടി ചെറുപ്പുസ്താദ് ചോദിച്ചതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഹംബലി മദ്ഹബ് അനുസരിച്ച് എന്നും വിത്തറിൽ കുനൂത്ത് സുന്നത്താണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഷാഫി മദ്ഹബുകാരാണെങ്കിൽ റമദാന്റെ അവസാന പൗതിയിലെ സുന്നത്തുള്ളൂ എന്ന്. അപ്പം റമദാൻ ആദ്യം മുതൽ തന്നെ സൗദി അറേബ്യയിലെ അധിക പള്ളികളും ഹംബലി മദ്ഹബ് അനുസരിച്ച് കർമ്മങ്ങൾ നടക്കുന്നത് കൊണ്ട് റമദാൻ 1-ന് തന്നെ ഉള്ള വിത്തറിലും അവർ കുനൂത്ത് ഓതും.
അപ്പൊ ആ ഷാഫി മദ്ഹബുകാരനായ ഒരാൾക്ക് ആ കുനൂത്തിൽ പങ്കെടുത്ത് ഇമാമിന്റെ ദുആക്ക് ആമീൻ പറയാമോ എന്നാണ്. പറയാം, കുഴപ്പമില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്നല്ല, അതുകൊണ്ട് കറാത്തും വരൂല എന്നാ. എന്തുകൊണ്ട് വെച്ചാൽ ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്നും കുനൂത്ത് സുന്നത്തുണ്ട് എന്നൊരഭിപ്രായം മുഅ്തമദ് അല്ലെങ്കിൽ പോലും ഷാഫി മദ്ഹബിലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിന്റെ പുറമെ ഈ വിത്റിന്റെ അവസാനത്തെ എത്തിതാലും സുബ്ഹിയുടെ അവസാനത്തെ എത്തിതാലും മൊത്തത്തിൽ ഫിൽ ജുംല കുനൂത്ത് കൊണ്ട് നീട്ടൽ അനുവദിക്കപ്പെട്ട സ്ഥലം ആയത് കൊണ്ട് എന്നും അങ്ങനെ വിത്റിൽ കുനൂത്തിന് വേണ്ടി സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് നിസ്കാരത്തിന് കറാഹത്ത് വരില്ല, ബാത്തിലാകുന്ന പ്രശ്നവും വരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും അതോടുകൂടി ആ കുനൂത്തിന് ആമീൻ പറയുകയും ചെയ്യുന്നതിന് ഷാഫി മദ്ഹബുകാരനായ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലത് അതല്ല, അഫ്ളല് എന്താണ്, ബാക്കിയൊക്കെ കൂടുക, അവസാനത്തെ റക്അത്ത് കൂടാതെ ഷാഫികളായ ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഈ ജമാഅത്തിൽ കൂടി അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കറാഹത്തോ നിസ്കാരം ബാത്തിലാവുന്ന കാര്യമോ വരുന്നില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഞാൻ മൈക്ക് നോക്കണ്ടായിരുന്നു, ബാക്കി ഉസ്താദ് ഞാൻ നോക്കണ്ട, പക്ഷേ ഈ ഓരോരുത്തരും ചാടിയോണ്ടാണ് എനിക്ക് കിട്ടാത്തത്. അങ്ങനെ പോയപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് മൈക്കിന്, അതിന് വേണ്ടി ഞാൻ ഇതാക്കുകയും ചെയ്തു. എന്റെ സംശയം എന്ന് വെച്ചാൽ ഉസ്താദ് ഇതാണ്, എന്താണ് ഇവിടെ ഒരു പള്ളിക്ക് എന്ന് പറഞ്ഞാല് ഒരു മലയാളി മുത്തവയാണ്, പക്ഷെ തറാവിയൊക്കെ 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. പക്ഷെ വിത്ർക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചാൽ 2 റക്അത്ത് 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചാണ് വിത്തർ നിസ്കരിച്ചത്. അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ സംശയം. എന്താ വെച്ചാൽ വിത്തർ മഗ്‌രിബ് നിസ്കരിക്കണ മാതിരി അവിടെ ആ പള്ളിക്ക് അധികം അറബികളൊന്നും വരില്ല, അധികം പാകിസ്ഥാനും ബംഗാളികളൊക്കെയാണ്. അപ്പൊ ഞാൻ അവസ്ഥയോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കണം, അങ്ങനെ അല്ല തെറ്റില്ല, അങ്ങനെ നിസ്കരിക്കാൻ പറ്റും, ഇവിടെ മറ്റുള്ളവരൊന്നും ഇല്ലാതെ അങ്ങനെ നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ള അതിനെ പറ്റും ചോദിക്കാൻ ഞാൻ അവസ്ഥയോട് ഞാൻ പറഞ്ഞു ചെയ്ത്, ഞാൻ ഷാക്കിർ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാറുണ്ട്. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല, 3 റക്അത്ത് വിത്തർ ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഉസ്താദ് ഓക്കെ, ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷാഫി മദ്ഹബ് അനുസരിച്ച് 3 റക്അത്ത് ഒന്നിച്ച് മഗ്‌രിബ് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കൽ കറാഹത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി വളരെ പ്രസിദ്ധമായ സഹീഹായ ഹദീസിലുണ്ട്, വിത്റിനെ നിങ്ങൾ മഗ്‌രിബിനോട് സാദൃശ്യപ്പെടുത്തരുത്, സാമ്യപ്പെടുത്തരുത് എന്ന് അർത്ഥം വരുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു കൊണ്ടുള്ള ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് കറാഹത്താണ്. എന്നാൽ നിസ്കാരം സഹിയാവാതിരിക്കില്ല, നിസ്കാരം സഹിയാവും. 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയും 2-ാം റക്അത്തിൽ അത്തഹിയ്യാത്തിരിക്കുകയും എന്നിട്ട് 3-ാം റക്അത്തിൽ വീണ്ടും അത്തഹിയ്യാത്തിരിക്കുകയും ചെയ്യുന്ന മഗ്‌രിബിനോട് സാമ്യപ്പെടുത്തുന്ന രീതി കറാഹത്താണ്. അപ്പൊ സ്ഥിരമായിട്ട് ചെയ്യൽ എന്തായാലും നല്ലതല്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബിൽ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് സുന്നത്ത്, മറിച്ച് ചെയ്യുന്നത് നല്ലതല്ല. എന്നിട്ട് ആ ഖിലാഫ് പരിഗണിക്കാതിരിക്കാൻ കാരണം സഹീഹായ ഹദീസിന്റെ എതിരാണ് ആ അഭിപ്രായം എന്നതുകൊണ്ടാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന രീതിയാണ്, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയാണ് ഏറ്റവും അഫ്ളലായത്. ഇനി 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ 2-ാം റക്അത്തിൽ അത്തഹിയ്യാത്ത് ഇരിക്കാതെ ആകെ അവസാനത്തെ 3-ാമത്തെ റക്അത്തിൽ മാത്രം അത്തഹിയ്യാത്ത് ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എന്നാൽ പൂർണ്ണമായി മഗ്‌രിബിനോട് സമയമാവൂലല്ലോ. അതല്ലാതെ ആദ്യം 2-ാം റക്അത്തിൽ അത്തഹിയ്യാത്ത് ഇരുന്ന് എന്നിട്ട് 3-ാം റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി മഗ്‌രിബിനോട് സാമ്യപ്പെടുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതായി സഹിയായ ഹദീസിൽ വന്ന രീതിയാണ്. അതുകൊണ്ട് കറാഹത്താണ്. എന്നാൽ നിസ്കാരം സഹിയാകും, ഉത്തമമല്ല. ഓക്കെ.
ഛർദിച്ചാൽ നോമ്പ് മുറിയില്ലേ? ഛർദിച്ചാ നോമ്പ് മുറിയൊന്നുമില്ല. ഉണ്ടാക്കി ഛർദിച്ചാലാ നോമ്പ് മുറിയ. അല്ലെങ്കിൽ ഛർദിച്ച ഉടനെ വായ് നന്നായി കഴുകി വൃത്തിയാക്കണം. അത് വൃത്തിയാക്കാതെ നെജസ് കലർന്ന ഊനീര് കീപ്പോട്ട് ഇറങ്ങിയാൽ അതുകൊണ്ട് നോമ്പ് മുറി. അല്ലാതെ ഛർദിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. എനിക്ക് സക്കാത്ത് സംബന്ധമായിട്ടുള്ള സംശയമാണ്. അതായത് എൻ്റെ വീട്ടിന്റെ അയൽവാസിയിൽ ഒരു വാടകപ്പെരയിൽ ഒരു മിസ്കീനായ ആളുകളുണ്ട്. പക്ഷെ അവർ സ്ഥിരതാമസമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വാടക തന്നെയുണ്ട്. പക്ഷെ അത്തരക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? മിസ്കീനാണ്, പക്ഷെ സ്ഥിരതാമസമല്ല എന്ന് പറഞ്ഞാൽ. സ്ഥിരതാമസക്കാരനായിക്കൊള്ളണമെന്നില്ലല്ലോ. മിസ്കീനാണ് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ഫക്കീറാണെന്ന് അറിഞ്ഞാൽ കൊടുക്കുക, ഒരു കുഴപ്പമില്ല, മുസ്ലിമല്ലേ. സ്ഥിരതാമസക്കാരാവൽ ഷർത്തില്ല, ആ നാട്ടിലെ താമസക്കാരാവുക. ഇനി അതുമല്ല, ഷർത്ത് എത്രയേ ഉള്ളൂ, ആ നാട്ടിലുണ്ടാവുക എന്നേ ഉള്ളൂ. ഇപ്പൊ പുറമൊരു നാട്ടുകാരൻ ഈ മുതലുള്ള നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അയാൾക്ക് കൊടുക്കുന്നതിന് തന്നെ കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാരുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം എന്ന് മാത്രം. അതേ സമയത്ത് ഈ നാട്ടുകാര് എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടതാണ് വാടകയ്ക്ക് താമസിക്കുന്നവരും. നമ്മൾ മനസ്സിലാക്കുക, മൊത്തത്തിനായിക്കൊള്ളുന്നില്ല. ഒരു നാട്ടിൽ വാടക റൂം എടുത്തുകൊണ്ട് കുടുംബസമേതം ഒരാൾ താമസിക്കുന്നോണ്ടിക്കോളി, എന്നാൽ അയാൾ ഈ നാട്ടുകാരൻ തന്നെയാണ്. നാട്ടുകാർക്ക് കൊടുക്കണം എന്ന് ഷർത്തില്ല, ഈ നാട്ടിൽ കൊടുക്കണം എന്നതാണ് ഷർത്ത്. അപ്പൊ പുറം നാട്ടുകാരെ ഈ നാട്ടിൽ വന്നാൽ വരെ കൊടുക്കുക. തന്നെയല്ല, ഞാൻ പ്രത്യേകം ഉണർത്തുന്നു, പുറം സ്റ്റേറ്റുകാരായ പാവപ്പെട്ട ഒരുപാട് മുസ്ലിമീങ്ങൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ വന്ന് തൊഴിലാളികളായി താമസിക്കുന്നുണ്ട്. അവരെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പല പ്രദേശങ്ങളിലും നൂറുകണക്കിന് അങ്ങനെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് രണ്ട് നിരക്കുള്ള ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. ഏറ്റവും വലുത് ദീനിയായ അറിവിന്റെ ദാരിദ്ര്യമാണ്. അവർക്കൊന്നും അറിയില്ല, അവർ മുസ്ലിമീങ്ങളാണ്. ബംഗാളികൾ, ആസാമികൾ, ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. ഒന്നും അറിയില്ല, പാവങ്ങളാണ്. നോമ്പ് വെൽക്കും, പക്ഷേ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ആളുകള് ഇന്നെ പോലത്തെ നിവൃത്തിയില്ല. കുറച്ചൊരു ഉറുദു അറിയുന്ന ആളെങ്കിൽ ഉസ്താദന്മാരുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യമായ നിസ്കാരത്തിന്റെ ഷർത്ത് ഫർള് തുടങ്ങിയ ഫർള് അതിനായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും അതോടുകൂടി സക്കാത്ത് തുടങ്ങിയ സഹായങ്ങളിൽ അവരെ പ്രത്യേകം പരിഗണിക്കലും അത്യാവശ്യമാണ്. വളരെ അർഹതപ്പെട്ട ആളുകളാണ് അവര്. നമ്മളെ നാട്ടിൽ വന്ന് താമസിക്കുന്നവരാണ്, ജോലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും. അപ്പൊ ആ നാട്ടിലുള്ള സക്കാത്ത് വാങ്ങാൻ അവർ അർഹരാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ ഈ മഹല്ലിൽ പെടാത്ത പിന്നെ നമ്മളെ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. പുറമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഉത്തമമല്ല. ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് പാടില്ല എന്നാണ് നിയമം. അത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അവര് അതിന് അർഹതപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. എന്റെ സംശയം, നമ്മള് തറാവി നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് അറിയാതെ എഴുന്നേറ്റ് പോയതിനു ശേഷം പിന്നെ നമ്മൾ തിരിച്ച് അത്തഹിയ്യാത്തിലേക്ക് മടക്കി സലാം വീട്ടാണ് വേണ്ടത്, പിന്നെ റക്അത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ സംശയം. തറാവി നിസ്കരിക്കുമ്പോ 2ാം റക്അത്തിൽ അത്തഹിയ്യാത്തിരിക്കാതെ മറന്നിട്ട് 3ാം റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ ഓർമ്മ വന്നാൽ ഉടനെ ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതി സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടണം.
സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേറ്റെന്ന് അറിഞ്ഞാൽ ഉടനെ ഇരിക്കലും അത്തയ്യാത്ത് ഓതി സലാം വീട്ടലും വുജൂബാണ്. മറിച്ച് തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത്തയ്യാത്തിലേക്ക് ഇരിക്കാതെ മൂന്നാമത്തെ റക്അത്തിലേക്കാണ് എഴുന്നേറ്റത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ നിസ്കാരത്തിൽ മുന്നോട്ട് പോയ നിസ്കാരം ബാത്തിലാവും. കാരണം തറാവീഹ് നിസ്കാരം ഈ രണ്ട് റക്അത്തായി നിർവഹിക്കൽ നിർബന്ധമാണ്. 4 റക്അത്ത് ഒന്നിച്ചായാൽ തറാവീഹ് നിസ്കാരം സഹിയാവുകയില്ല. അപ്പോ മറന്നു 3ലേക്ക് എഴുന്നേറ്റാൽ ഓർമ്മ വന്നാൽ ഉടനെ ഇരുന്ന് അത്തയ്യാത്ത് ഓതുക, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു സംശയം ചോദിക്കാനുള്ളത്, നമ്മുടെ ബാങ്ക് കൊടുത്താൽ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ ഉണർന്നാൽ അന്നേരം അല്പം ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ല എന്ന് ഉസ്താദ്മാരാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതും ഈ വഹാബികള് ബാങ്ക് കൊടുത്താൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം ഇത് ബാങ്ക് കൊടുത്തപ്പോഴാണ് ഒരാൾ ഉണർന്നത്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണല്ലോ ഈ വഹാബികളും പറയുന്നത്, ബാങ്ക് കൊടുത്താൽ ഒരാൾ ആവശ്യത്തിന് ഉള്ള കഴിച്ചിട്ട് പാത്രം വെച്ചാൽ മതി എന്നുള്ള ഹദീസ് പിടിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാം. അത് തമ്മിലൊരു വ്യത്യാസവും ഇല്ല ഞങ്ങൾ പാപ്പ. ഒന്നിന് വഹാബി പറഞ്ഞതാണ്, മറ്റേത് വഹാബി മൂല്യാര കുപ്പായിട്ട് പറഞ്ഞതാണ് എന്നേ ഉള്ളൂ. രണ്ടും സാധനം ഒന്ന് തന്നെ. ഉസ്താദന്മാരങ്ങനെ പറയില്ല. ഉസ്താദന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം. മനഃപൂർവ്വം പറഞ്ഞിട്ടാണെങ്കിൽ അയാൾ ഒരു വഹാബിയാണ്. ചില വഹാബികളുണ്ട് നീളംകുപ്പായിട്ട് തലകെട്ടിട്ടുണ്ട്, ഓല പേടിച്ചോളി, ഓലാണ് വലിയ പിത്തരക്കാര്. കാരണം ഖുർആനിൽ അല്ലാഹു തആല നസ്സായി ഒരു കാര്യം പറഞ്ഞാ പിന്നെ തങ്ങൾ പാപ്പ അതിന്റെ മേലെ പറയാൻ പറ്റുന്ന ഒരു ഉസ്താദ് ഉണ്ടാവുമോ? വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈൽ. അത് ഖുർആന്റെ നസ്സാണ്. ഒരു നിലക്ക് വ്യാഖ്യാനിക്കാനും അതിൽ അർഹതയില്ല. നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തോളൂ. ഏത് വരെ? അതിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് അതിർത്തി. ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദ്, രാത്രിയുടെ അവസാനത്തെ ഭാഗത്തിൽ നിന്നും പകലിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിനാണ് ഒരു നൂലിനോട് സങ്കല്പിക്കുക. കാരണം ഏറ്റവും ഒരു കറുപ്പും ഒരു വെളുപ്പുള്ള 2 തുണികൾ തമ്മിൽ കൂട്ടി വെച്ചാൽ ഈ കറുത്ത തുണിന്റെ അവസാനത്തെ അറ്റത്തുണ്ടാകുന്ന ഒരു നൂലും വെളുത്ത തുണിന്റെ ആദ്യത്തെ അറ്റത്തുണ്ടാകുന്ന ഒരു നൂലുമാണല്ലോ തമ്മിൽ മുട്ടുക. എന്നതുപോലെ രാത്രിയാവുന്ന കറുപ്പ് തുണിയുടെ അവസാനത്തെ നൂല് പോലത്തെ ലാസ്റ്റ് സെക്കൻഡും പകലാവുന്ന വെളുത്ത തുണിയുടെ ആദ്യത്തെ സെക്കൻഡ് ആവുന്ന ആ നൂലും അത് വേർതിരിയാൻ ഇത് കഴിഞ്ഞ് മറ്റേ കടക്കുന്നത് വരെ നിങ്ങൾ കഴിച്ചോളൂ. കടന്നാൽ എന്നിട്ട് തിരിയാതെ കണ്ട ആരെങ്കിലും നൂലാണ് തുണിയാണെന്നൊന്നും വിചാരിക്കണ്ട. അതിനാണ് മിനൽ ഫജ്ർ, ഫജ്റാകുന്ന ഖൈത്തുൽ അബീദ് വെളിവാവുന്നത് വരെ നിങ്ങൾ കഴിച്ചോളൂ. സുമ്മാത്തി മുസ്ലിയാമയിലല്ലേ, പിന്നെ രാത്രി വരെ നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് അള്ളാഹു അത്രയും കൃത്യമായി ഉദാഹരണ സഹിതം പറയുമ്പോ ബാങ്ക് കൊടുക്കൽ ഫജ്റായി എന്ന് ഉറപ്പായിട്ടല്ലേ? ബാങ്ക് കൊടുക്കൽ ഫജ്റായി എന്ന് ഉറപ്പായിട്ടല്ലേ? ബാങ്ക് കൊടുത്താൽ ഫജ്റായി എന്ന് ഉറപ്പായാൽ തബയ്യുനായി. തബയ്യുനായതിനു ശേഷം കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും. അത് തങ്ങൾ പാപ്പ പറഞ്ഞാലും മോചിയാർക്കാക്ക പറഞ്ഞാലും മൗലവി പറഞ്ഞാലും ഒക്കെ അതാണ്. തങ്ങൾ പാപ്പ പറഞ്ഞാൽ പോരിശയാക്കപ്പെട്ട പൊള്ളു എന്ന് പറയും. ഉസ്താദ് പറഞ്ഞാല് ബഹുമാനപ്പെട്ട പൊള്ളു എന്ന് പറയാ. അല്ല മൗലവി പറഞ്ഞാലോ പച്ചപ്പൊള്ളു എന്നും പറയാ. പൊള്ളിന്റെ
ചേലിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. 3000 പൊള്ളു തന്നെ, പൊള്ളു തന്നെ. കാരണം ഖുർആനെതിരെ ഒരാൾ പറഞ്ഞാൽ ദീനാവോ? ഖുർആനെതിരെ പറഞ്ഞാൽ ദീനാവോ? ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ. അത് അള്ളാഹ് പറഞ്ഞതാണ്. മുസ്ലിങ്ങളുടെ പ്രമാണം അതാണ്. അതിന്റെ അപ്പുറം ഏത് മൗലവി പറഞ്ഞാലും മുസ്ലിയാർ പറഞ്ഞാലും ഇനി ഏതെങ്കിലും ഒരു തങ്ങൾ പാപ്പ തന്നെ പറഞ്ഞു നിൽക്കുക, ഇനിയിപ്പൊ അതിന്റെ മേലെ ആരും ഇല്ലല്ലോ, എന്നാലും അത് തന്നെ അവസ്ഥ. അപ്പോ ഒന്നിരിക്കലും ആ മൗലിയാരെടുത്ത് പേച്ചതാണ്, അതല്ല മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ അയാളെ പേടിക്കണം. മൗലിയാരെ കുപ്പായിട്ട് നടക്കുന്ന മൗലവിമാരും ആവാം. പണ്ടേ ഞാനിപ്പോ പറയണോ, എറണാകുളത്ത് EK വിഭാഗം എന്ന് അവര് പറയുന്ന ചേളാരി വിഭാഗം ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഫൈസി ഉണ്ടായിരുന്നു. അയാൾ അന്ന് തന്നെ ശുദ്ധ വഹാബിയ. ഇപ്പോ കുറച്ച് കൊല്ലായിട്ട് അയാള് ഫുൾ ടൈം വഹാബി പ്രബോധകനായിട്ട് പ്രസംഗിച്ചു നടക്കാം. അപ്പൊ അയാൾ അക്കാലത്ത് ജമിയത്തുൽ ഉലമ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഫൈസിയ. പക്ഷെ അയാൾ പറയുന്നത് ഞാൻ അന്ന് തന്നെ ഇയാളാണെന്ന്. അങ്ങനെയുള്ള മുസ്ലിംമാരും ഉണ്ടാവും, പേടിച്ചണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഇന്നലെ ഒരാൾ ചോദിച്ചതാണ്, പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഞാൻ ഉസ്താദ് ഒന്നല്ല, ഉസ്താദുമാര് ക്ലാസ് ഉണ്ടാവും അപ്പൊ ചോദിച്ചു. അപ്പൊ അയാൾ മൈക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അയാൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അഥവാ അയാളുടെ മകൾക്ക്, ഏതെങ്കിലും ഒരു മകൾക്ക് പിന്നെ സ്ത്രീധന ഇസ്ലാമിൽ അത്ര വലിയ പ്രസക്തി ഒന്നും ഇല്ലല്ലോ, എന്നാൽ ഒരു 50 പവൻ പിന്നെ എന്താണ് സ്ത്രീധനമായി കൊടുത്തു. അതിൽ ഒരു 25 പവന്റെ പൈസ കടമാണ്. എന്നാൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അയാളുടെ ചോദ്യം. ഞാൻ മൈക്ക് റേസ് ചെയ്യുന്ന, അയാൾ കേൾക്കുന്നുണ്ട്. ഉസ്താദ് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മകളെ കല്യാണം കഴിച്ചപ്പോൾ മകൾക്ക് സ്ത്രീധനമായിട്ട് ആഭരണം കൊടുത്തു. അങ്ങനെ 25 പവൻ കടമായിട്ട് വാങ്ങി കൊടുത്തതാണ്. അപ്പൊ ഇത്രയും വലിയ ലക്ഷങ്ങളുടെ കടം ഉണ്ട് അദ്ദേഹത്തിന്. അതാണല്ലോ ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. അദ്ദേഹം നിത്യജീവിതത്തിന് ഉള്ള ജോലിയോ വരുമാനമോ ഉള്ള ആളായതുകൊണ്ട് ഫക്കീറല്ല, മിസ്കീനല്ല. പക്ഷേ ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഭരണത്തിന് വേണ്ടി വാങ്ങിയ 25 പവൻ സ്വർണത്തിന്റെ ഭീമമായ ഒരു സംഖ്യ അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഹലാലായ ആവശ്യത്തിന് വേണ്ടിയ കടമാണ്. വീട്ടാൻ വഴിയില്ലാതെ വിഷമിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഗാരിമീൻ എന്ന വകുപ്പിൽ സക്കാത്ത് വാങ്ങാവുന്നതാണ്. ഫക്കീർ മിസ്കീൻ എന്ന നിലക്ക് വാങ്ങാൻ പറ്റൂലെങ്കിൽ അതിനുള്ള വരുമാനം അയാൾക്കുണ്ട്, നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ സംഖ്യ വീട്ടാനുള്ള അവസ്ഥ അയാൾക്കില്ല, വിഷമിച്ച ആളാണ് എങ്കിൽ ഗാരിമ് എന്ന പട്ടികയിൽ അയാൾക്ക് സക്കാത്ത് വാങ്ങാവുന്നതാണ്. കാരണം ഗാരിമിന്റെ ഉപ്പ് ഹലാലായ ആവശ്യത്തിന് വേണ്ടി, അത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ കടം വാങ്ങി അത് വീട്ടുന്നതിന് മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് ആ സംഖ്യ വീടുന്നത് വരെ സക്കാത്തിൽ നിന്നിട്ട് വാങ്ങാം എന്ന വകുപ്പുണ്ട്. ഏത് കുട്ടികൾക്ക് കട്ടിക്കുന്ന സമയത്ത് ആഭരണം കൊടുക്കലോ സ്ത്രീധനം കൊടുക്കലോ ഹറാമാന്നൊന്നും ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പരമാവധി അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നുള്ളത് ശരി തന്നെയാണ്, എന്നാലും ഹറാമൊന്നുമല്ല. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ഇയാൾ കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ കടം വാങ്ങിയിട്ടാണ് കൊടുത്തതെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് വാരിമ് എന്ന വകുപ്പിൽ സക്കാത്ത് വാങ്ങൽ അനുവദനീയമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റുള്ളവരുടെ സമ്മതം ചോദിച്ചിന് കേട്ടോ മൈക്ക് എടുക്കുമ്പോൾ. ഉസ്താദെ, ഇപ്പോ ചോദിച്ച ഇതേ ചർച്ച തന്നെ ഉസ്താദെ. ഒന്ന്, ഞാൻ ഇവിടെ നടക്കുന്ന അമലല്ല കേട്ട അത്യാവശ്യമുള്ളത് കൊണ്ട് വിത്റിന് ഞാൻ ഇവിടെ കൂടാറില്ല. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്. പക്ഷേ അദ്ദേഹം കുനൂത്ത് ഓതുന്നു വിത്റിന്. ഇപ്പോൾ ഓതാനായിട്ടില്ലല്ലോ, അത് നീട്ടി ഓതുകയും ചെയ്യും. ഞാൻ അതിൽ കൂടാറില്ല. കാരണം കസീറായ ഫർളിന് നീട്ടിയാൽ അത് നിസ്കാരം ബാത്തിലാക്കുമല്ലോ.
അതുകൊണ്ടാണ് ഞാൻ ആ കുനൂത്തിൽ കൂടാത്തത്. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരു കൗലുണ്ട് എന്ന അടിസ്ഥാനത്തിൽ കൂടിയാൽ അത് എനിക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുമോ എന്നതാണ് ഉസ്താദ്. അടുത്തൊരു ചോദ്യം കൊണ്ട്. അസ്സലാമു അലൈക്കും. കസീറായ ഫർളാണെങ്കിൽ പോലും ഏത് തത്വീലിന്റെ മല്ലന്നത്താണ് അവസാനത്തെ എത്തിദാല്. കാരണം സുബ്ഹിയിലാണെങ്കിൽ റാത്തിബത്തായ കുനൂത്തുണ്ട്, റമളാനിന്റെ അവസാനത്തെ പകുതിയിലെ വിത്തറിലാണെങ്കിലും റാത്തിബത്തായ കുനൂത്തുണ്ട്. അതോടുകൂടി തന്നെ നാസിലത്തിന്റെ കുനൂത്ത് ഓതാൻ അനുവദനീയമായ സ്ഥലമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ അവസാനത്തെ എഴുത്തിദാല് പൊതുവെ തത്വീലിന്റെ മവന്നത്താണ്. അതുകൊണ്ട് അങ്ങനെ നീട്ടി ദുആ ചെയ്യുന്നതിന് തെറ്റില്ല, പക്ഷെ നല്ലതല്ല. അത് ഉറപ്പന്നെ നല്ലതല്ല, പക്ഷെ അതുകൊണ്ട് തെറ്റില്ല, തുടരാവുന്നതാണ്. എന്നാൽ തുടരൽ ഇപ്പൊ നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരാൾ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കാൻ വേണ്ടി പിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ഷാഫി മദ്ഹബുകാരൻ തന്നെയാണെങ്കിലും അങ്ങനെ ഷാഫി മദ്ഹബിൽ തന്നെ വിത്റിന് എന്നും കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ട്, മുഅ്തമദല്ലെങ്കിലും. പിന്നെ അതിന്റെ പുറമെ അവസാനത്തെ എഴുത്തിദാല് തന്നെ പൊതുവെ തത്വീലിന്റെ മവന്നത്താണ്, അഥവാ ദീർഘിപ്പിക്കൽ സാധ്യതയുള്ള സ്ഥലമാണ്. ആ നിലക്ക് കുനൂത്ത് കൊണ്ട് ദീർഘിപ്പിച്ചാൽ അയാളെ തുടരുന്നത് കൊണ്ട് ഷാഫി മദ്ഹബുകാർക്ക് തെറ്റില്ല. ശുക്രൻ ഉസ്താദ്, ജസാക്കല്ലാഹ്. ഉസ്താദെ, ഈ സക്കാത്തിനെ ഒരു മഹലിൽ നിന്ന് മറ്റൊരു മഹലിലേക്ക് നക്കൽ ചെയ്യാൻ, മാറ്റാൻ പാടില്ലല്ലോ. ഈ മഹല്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നേരത്തെ പറഞ്ഞ ജുമാ നിസ്കാരത്തിന്റെ മഹല്ലാണോ, അതല്ല ജമ്മും കസറിന്റെ ദൂരമാണോ? സുമാർ നമ്മുടെ ഒരു ബന്ധു നമ്മുടെ മഹല്ലിൽ നിന്നും ഒരു 50 കിലോമീറ്റർ ദൂരം താമസിക്കുകയാണ്, ഫക്കീറാണെങ്കിൽ അതിലേക്ക് നീക്കിക്കൊടുക്കൽ അത് നക്കൽ ഹറാമാകുന്നതിൽ പെടുമോ ഉസ്താദെ? സഹിയാകുമോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. അതായത് ധനം എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിലേക്ക് നാട്ടിലെ ഉറുഫ് അനുസരിച്ച് ചേർക്കപ്പെടുന്ന സ്ഥലം. ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിന്റെ അയൽവാസികൾ എന്ന് പറയുന്നത് 4 ഭാഗത്തേക്കും 40 വീട് വീതമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ചേർക്കപ്പെടുന്ന നിലക്കുള്ളവർ മാത്രമേ അതിൽ പെടൂ. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരു 50 അല്ലെങ്കിൽ ഒരു 25 കിലോമീറ്റർ ദൂരെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അർഹതപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കൽ നഖലിൽ പെടും. അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് പറയാ? ടിക്കറ്റിന്റെ പൈസയും കൂടി നമ്മൾ കൊടുത്തിട്ട് അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം. നമ്മൾ കൊടുക്കുന്നത് ഈ നാട്ടിൽ നിന്ന് കൊടുക്കുക, വാങ്ങിയതിന്റെ ശേഷം അയാൾ കൊണ്ടുപോയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. എന്നാൽ നാട്ടിലുള്ളവർക്ക് കൊടുക്കൽ, നാട്ടുകാർക്ക് കൊടുക്കലാണ് അഫ്ദൽ എന്ന് പറഞ്ഞ്. ഇവിടെ കുടുംബത്തെ പരിഗണിച്ചത് കൊണ്ടായതുകൊണ്ട് പുറനാട്ടുകാരനാണെങ്കിൽ പോലും സക്കാത്ത് വാങ്ങുന്ന സമയത്ത് അയാൾ ഈ നാട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കൽ തന്നെയാണ് അഫ്ദൽ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞേക്ക് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരത്ത് അല്ലെങ്കിൽ 50 ഒക്കെ നക്കലായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു ധനമുണ്ടെങ്കിൽ ആ നാട്ടിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അതിനോടുള്ള ഹക്ക് ബന്ധപ്പെടുന്നു. പണ്ട് ആലിക്കുട്ടിനെ തക്കാരത്തിന് വിളിച്ചാത്ത കഥ പറഞ്ഞില്ല ആലൂരെ പണ്ടൊരു ദിവസം. ഞാൻ അത് തന്നെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നമ്മളെ നാട്ടിലെ ഒരു ആലിക്കുട്ടി അറിഞ്ഞിട്ട്, സാധുവാണ്, നിത്യം കൂലിപ്പണിക്ക് പോകണമല്ലോ, നല്ലോനാ. അയലോക്കത്തൊരു മുതലാളിമാരുണ്ട്. ഈ മുതലാളിമാരവിടെ വമ്പിച്ചൊരു സൽക്കാരം നടത്തി. അപ്പൊ എന്താ വെച്ചാൽ മുതലാളിമാരൊക്കെ വിളിച്ചിട്ടുള്ള സൽക്കാരം. അയലോക്കക്കാരനായ ആലിക്കുട്ടിനെ വിളിച്ചില്ല, കാരണം ഓൻ സാധാരണക്കാരന് കൂലിപ്പണിക്കാരനാണ്. ആലിക്കുട്ടി ഒന്നും പറഞ്ഞില്ല, വേറെ വലിയ മുതലാളിമാരല്ലേ. തക്കാരൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ മുതലാളിന്റെ അവിടെ ഉണ്ട് ഒരു പശുക്കുട്ടി. ചെറിയ കുട്ടികളാവുമ്പോ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല വികൃതി. അങ്ങനെ ഈ പശുക്കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതിന്റെ ഇടയിൽ ആൾമറില്ലാത്തൊരു കിണറുണ്ട്, എനിക്ക് കിണറ്റിന് വീടും. പശുക്കുട്ടിയെ
കിണറ്റിന് വീണപ്പോ വിളിച്ചോളോ ചെയ്യും, ആരിക്കുട്ടിയെ മണ്ടി വാ, പശുക്കുട്ടി കിണറ്റിന് വീണ്. അപ്പൊ ആരിക്കുട്ടി പറഞ്ഞേ, ആ തക്കാരുണ്ടാക്കി ബിരിയാണി വെച്ച് കൊടുത്തപ്പം ആരിക്കുട്ടിനെ വേണ്ട, പൈക്കുട്ടി കേറ്റിന് വീണപ്പം ആരിക്കുട്ടിനെ വേണം. നിങ്ങൾ ആരിക്കുട്ടി നോക്കണ്ട, വേറെ ഉള്ളവരെ നോക്കിക്കോളിയർ. ഇത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഒക്കെ ചുരുക്കം. അതായത് ഒരു നാട്ടിൽ ഇപ്പൊ നമ്മൾ പറയാ ഒരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പീടിയുണ്ട്. ഈ പീടിയൊക്കെ തീ പിടിച്ചു, എന്നാല് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അവര് വരുമ്പോക്ക് ഇതൊക്കെ കത്തി വെണ്ണൂറായി പോയിട്ടുണ്ടാവും. അയലോക്കത്തുള്ളവരൊക്കെ വാടെ ഓടിക്കൂടി കിട്ടുന്ന പാത്രത്തിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ടും വടി വെട്ടി അടിച്ചിട്ടും കിട്ടണമൊക്കെ പിടിച്ചു വെച്ചിട്ടും ഒക്കെ ഇട്ടാൽ രക്ഷപ്പെടുത്തിയാൽ കിട്ടും. അങ്ങനെ അടുത്തുള്ളവരുടെ സംരക്ഷണം കള്ളന്മാര് വരുന്നതിന് തൊട്ടും തീപിടുത്തത്തിന് തൊട്ടും ഇങ്ങനെ പലതിനെ തൊട്ടും കാക്കാനും സംരക്ഷിക്കാനും ഒക്കെ അയൽവാസികളാ സഹായപ്പെടുന്നത്. എന്നതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സദക്ക സക്കാത്ത് പോലത്തതും അവർക്കാണ് അതിന് അർഹത. ഇതാണ് ഒരു നാട്ടിലെ മുതലിന്റെ സക്കാത്ത് ആ നാട്ടിൽ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി. മനസ്സിലായില്ലേ? അത് അവന്റെ ഉത്തരവാദിത്വവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയലോക്കക്കാർക്ക്. 10 സക്കാത്ത് കിട്ടാണ്ടാവുമ്പോ അത് പുറംനാട്ടുകാർക്ക്. അത് ശരിയല്ല. അതാണ് ഷാഫി മത് പറയുന്നത്. അതാണ് ശരിക്ക് ശാസ്ത്രീയം. അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യവും അവർക്ക് കിട്ടണ്ടേ? അത് മറ്റൊരു നാട്ടിൽ കൊണ്ട് കൊടുക്കരുത്. ഇപ്പൊ കുടുംബക്കാരുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടുന്ന് കൊടുത്താളി. ചിരിക്കാൻ പറയല്ല, ഉള്ള കാര്യം പറയാ. ചിരിയെ ചിരിക്കാനല്ല. എനിക്കറിയോ ആലിക്കുട്ടിനെ? ആളെ പറഞ്ഞാൽ എനിക്കറിയിക്കാറ്, ഞാൻ പറയണില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഒരു പള്ളിയിൽ വഖഫ് ചെയ്ത പള്ളിയിൽ നിന്ന് കാർപ്പറ്റ് ഒഴിവാക്കി അദ്ദേഹത്തിന് മൈക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. വഹാബി ഒരിക്കൽ ഒരു ഉസ്താദ് ആദർശ ചർച്ച നടത്തുന്ന സമയത്ത് ഒരു വഹാബി ഒരുത്തൻ വന്ന് ചോദിച്ചു. അപ്പം ഒരു ഉസ്താദ് തന്നെ മൈക്കെടുത്തിട്ട് അതിന് മറുപടി പറഞ്ഞപ്പോൾ ഇതുപോലെയുള്ളൊരു മറുപടി കൊടുത്തു. അത് കേട്ടപ്പോൾ പലർക്കും സംശയം തോന്നി, എന്നോടും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഉസ്താദിനോട് ചോദിച്ചാണ്. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മയക്കയാടികൾ പൊരുത്തപ്പെടുന്ന. അസ്സലാമു അലൈക്കും. താങ്കൾ അപ്പൊ ചോദിക്കണല്ലോ, ചോദിച്ചാലല്ലേ തീരുള്ളൂ. അത് ആളെ നമ്മൾക്ക് അറിയില്ല, അറിയും വേണ്ട, ആരായാലും വേണ്ടിയില്ല, അത് ശരിയല്ല എന്ന്. അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അള്ളാഹു തആല പറഞ്ഞതിന്റെ അപ്പുറം മൗലവിക്കും പറയാൻ പാടില്ല, മുസ്ലിയാർക്കും പറയാൻ പാടില്ല, ഉസ്താദിനും പറയാൻ പാടില്ല, തങ്ങൾ പാപ്പാക്കും പറയാൻ പാടില്ല. തങ്ങൾ പാപ്പ അത് പറഞ്ഞെന്നുള്ള ആൾക്കല്ല, തങ്ങൾ പാപ്പ അത് സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ആര് പറഞ്ഞാലും ശരിയല്ല. ഹത്തായത്ത ബയ്യനൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി സുമ്മത്തി മിൻ സിയാമിൽ ലൈൽ. അതിൽ മാറ്റൊന്നുമില്ല, എല്ലാവർക്കും ഒരു കണക്ക്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഹലോ, എന്റെ സംശയം, ഒരാള് അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നാട്ടിലേക്ക് പോവാണ് ഗൾഫിൽ. അങ്ങനെയാണ് അയാൾ നാട്ടിലെത്തുന്നത് നാട്ടിലെ സമയം 7 മണിക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് സമയത്ത് വെച്ചിട്ടാണ് നോമ്പ് തുറക്കേണ്ടത്? അതോ 1:30 മണിക്കൂർ കൂടി ലേറ്റ് ആയിട്ട് UAE ടൈം വെച്ചിട്ടാണ് നോമ്പ് തുറക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, അയാൾക്ക് ജുമുഅ അവിടെ 1:30 മണിക്ക് പോണതുകൊണ്ട് സാധ്യമല്ല. രണ്ടാമത്തെ അസറും നഷ്ടപ്പെടാൻ സാധ്യത. അതെങ്ങനെയാണ് അവർ നിസ്കരിക്കാൻ? അതാണ് ആ ചോദ്യം എന്നുള്ളത് ഒരു വസ്തു എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വിവരിച്ചെന്നാ തിരക്കിടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല ചോദ്യം. ഈ സക്കാത്തിന്റെ അവകാശം നമ്മളിപ്പോ നോമ്പ് ഒന്നായി കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ അയൽവാസികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ
നമ്മളെക്കാളും ഉഷാറായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ മാനദണ്ഡം ഒന്ന് പറഞ്ഞു തന്നാൽ ഉസ്താദ് മനസ്സിലായി വലിയ ഉപകാരമായിരുന്നു. സക്കാത്തിന്റെ മാനദണ്ഡം അവരെ ബാഹ്യമായ നടപ്പ് നോക്കിയിട്ടല്ല. അത് മാന്യമായിട്ട് ചിലര് പുറത്തേക്ക് മാന്യമായി ജീവിക്കുന്നവരുണ്ടാവാം. അവരെ ഉള്ളറിഞ്ഞാൽ അവർക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാൻ, അവർക്കും അവരുടെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ട വരുമാനമുള്ള തൊഴിലോ അല്ലെങ്കിൽ അതിനു വേണ്ടി വരുമാനമുള്ള സ്വത്തോ ഉണ്ടെങ്കിൽ, കുറെ ഭൂമി ഉണ്ടായിട്ട് കാര്യമില്ല, കുടുംബത്തിനും തനിക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനമുള്ള സ്വത്തോ അല്ലെങ്കിൽ കുടുംബത്തിനും തനിക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനമുള്ള തൊഴിലോ ഇല്ല, അല്ലെങ്കിൽ ഉള്ള വരുമാനം അല്ലെങ്കിൽ ഉള്ള തൊഴില് തന്റെ ജീവിതത്തിന് തികയില്ല, എന്നാൽ ഫക്കീർ അല്ലെങ്കിൽ മിസ്കീന്. ഇതാണ് ഇപ്പൊ അതിന്റെ മാനദണ്ഡം. മൂന്നാമത്തൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകാം, നിത്യജീവിതത്തിനുള്ള വരുമാനമുണ്ട്, തൊഴിലോ അല്ലെങ്കിൽ സ്വത്തിന്റെ വരുമാനമോ ഉണ്ട്, പക്ഷേ ഹലാലായ ഒരു കാര്യത്തിന് ഭീമമായൊരു തുക കടപ്പെട്ടിരിക്കുന്നു, അത് വീട്ടാൻ നിവൃത്തിയില്ല. ഉദാഹരണം, ഒരു 5 ലക്ഷം റുപ്യ കടം കുടുങ്ങിയാണ്. ഇയാൾക്കൊരു ചെറിയ പീടിയുണ്ട്, ആ പീടിയയിലെ കച്ചവടം കൊണ്ടാണ് അയാൾ ജീവിച്ചു പോരുന്നത്. ഈ പീടിയ വിറ്റാ ഈ 5 ലക്ഷം കടം വീട്ടാൻ കഴിയും, പക്ഷെ അപ്പൊ അയാളുടെ ജീവിതമാർഗം മുട്ടും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അയാൾ വിറ്റ് കടം വീട്ടണ്ട, സക്കാത്തിൽ നിന്നിട്ട് വാങ്ങി കടം വീട്ടാം. ഇങ്ങനെ ഹലാലായ കാര്യത്തിന് വേണ്ടി കടപ്പെട്ടിട്ട് വീട്ടാൻ വിഷമിക്കുന്നവര്, നിത്യജീവിതത്തിന് വേണ്ട വരുമാനം തൊഴിലും ഇല്ലാത്തവര് തുടങ്ങിയവരാണോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനത്തെ കാരണം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കുക. അല്ലാതെ അവർ ബാഹ്യമായ ജീവിത നിലപാടും വിലയിരുത്തിയിട്ട് ഒരാൾ ഫക്കീറാണോ മിസ്കീനാണോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഹലോ, വാസിത്ത് ഉസ്താദ് എടുത്തോളി. നിങ്ങളെ മൈക്ക് നേരത്തെ കട്ടായി പോയതല്ലേ, നിങ്ങൾ എടുത്തോളി. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. ഉമ്മാക്ക് സുഖമല്ല, ഉമ്മാക്ക് നോമ്പെടുക്കാനുള്ള ആഫിയത്ത് ഇല്ല ഇപ്പോൾ. അപ്പോൾ ഉമ്മാന്റെ മുദ്ര കൊടുക്കുവാൻ അടുത്ത് തന്നെ ഒരു അയൽവാസി ഉണ്ട്, അവര് അർഹതപ്പെട്ട ആളാണ്. അവർക്ക് ഒന്നിച്ച് ഈ ഒരു മാസം മൊത്തം മുദ്ര അവർക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റൂലേ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് തന്നെ കൊടുത്തോണ്ടും കുഴപ്പമില്ല, ഓരോ ദിവസം വേറെ വേറെ ആൾക്ക് കൊടുത്തോളണമെന്നില്ല. 30 ദിവസത്തെ അല്ലെങ്കിൽ 21 ദിവസത്തെ മുദ് വാങ്ങാൻ അറിയാതെപ്പെട്ട ഫക്കീർ മിസ്കീമാരിൽപ്പെട്ട ഒരാൾക്ക് തന്നെ കൊടുത്താലും പോരായൊന്നുമില്ല. ഒന്നിലധികം ആളുകൾക്ക് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഒന്നിലധികം ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ മുദ് അര കാല് എന്ന നിലക്ക് വിഭജിക്കപ്പെടാൻ പാടില്ല. കൃത്യമായി ഒരു മുദ് കുറയാതെ ആയിരിക്കണം കൊടുക്കുന്നത് എന്നത്രേ ഉള്ളൂ. ഒരാൾക്ക് തന്നെ കൊടുക്കാം, ഇത് വാങ്ങാൻ അർഹതപ്പെട്ട ആളായാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഉസ്താദ് നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു എന്ന് തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതായത് മൈക്ക് കട്ടായി പോയിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതായത് പിന്നെ ഉസ്താദ്, ഇപ്പോൾ പള്ളിയിൽ നിന്ന് കാർപ്പറ്റുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലാണ് ആ വിഷയം വരിക, ഒഴിവാക്കും. അപ്പോൾ ചില വലിയ ചേക്കന്മാരുള്ള എല്ലാ ഏരിയയിലൊക്കെ പള്ളി ഒരു വർഷമൊക്കെ ഇട്ടാൽ പെട്ടെന്ന് ഒഴിവാക്കും. അപ്പോൾ നല്ല കാർപ്പറ്റ് ആയിരിക്കും, പക്ഷെ അതവർ നേരെ കച്ചറയിലേക്കാണ് ഇടുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് മറ്റുള്ളവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന് കുഴപ്പമൊന്നുമില്ല, അത് വഖഫ് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ അത് സംഭാവനയാക്കാണ് ചെയ്യുന്നത്. പള്ളി വഖഫ് ചെയ്യുന്നത് പോലെ കാർപ്പറ്റ് സാധാരണഗതിയിൽ വഖഫ് ചെയ്യാറ് ആദത്തില്ല.
അപ്പൊ അങ്ങനെ പള്ളിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് മറ്റാവശ്യത്തിന് ഉപയോഗിക്കാം. അതേ സമയത്ത് പള്ളി പോലത്തെ മുസല്ലകളിലോ പള്ളിയിൽ തന്നെയോ അത് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്ന് മാത്രം നിർബന്ധമല്ല. കാരണം അത് വഖഫ് ചെയ്തതിൽ പെടാത്തത് കൊണ്ട് വഖഫ് ചെയ്യപ്പെട്ടതിന്റെ ഹുക്കുമില്ലാത്ത സംഭാവനയായിരുന്നു. പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് പഴയെടുത്ത് അവർ ഒഴിവാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഹലാലായ ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. സമയം സാധാരണ നമ്മൾ 2:30 പറഞ്ഞ അതിന്റെ ശേഷം അരമണിക്കൂറും കൂടി താമസമായി. ഇന്നിപ്പോൾ തുടരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെയും കാണാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് അരമണിക്കൂർ കൂട്ടിയിരുത്തതാണ്. മറ്റേ സാധാരണ 2:30 നമ്മളെ ടൈം, അതിന്ന് 3 മണിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അറിവില്ലാത്തതിന്റെ പേരിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ട് വിട്ടുക്കാനും അല്ലാഹു തആല നമ്മളെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ 2 കുട്ടികളുണ്ട്, അവര് നടക്കുകയില്ല സംസാരിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെയും ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെയും ഹക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര പേരമക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായുടെ ബർക്കത്തും കറാമത്തും കൊണ്ട് ആ കുട്ടികൾക്ക് അല്ലാഹു തആല നടക്കാനുള്ള ശക്തിയും സംസാരിക്കാനുള്ള തൗഫീഖും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നീ വലിയ പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിച്ചാൽ അത് താങ്ങാനുള്ള ഹിമ്മത്തും ഈമാനും ഇല്ലാത്ത സാധുക്കളായ ഞങ്ങളെ നിന്റെ അഫുവും മാഫിയത്തും കൊണ്ട് നീ സലാമത്താക്കി, നീ ആദരിച്ച മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ട് ആ പാവപ്പെട്ട കുട്ടികൾക്ക് സംസാരിക്കാനും നടക്കാനുമുള്ള തോക്കത്ത് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. അത് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും മഹാന്മാരായ അഹ്ലു ബൈത്തിനെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതിൽ യാതൊരു കളങ്കവും ഇല്ല. അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നീ ആദരിച്ച ആ മഹാന്മാരുടെ നിന്റെ ഹബീബിന്റെ കുടുംബത്തിന്റെ ഹക്ക് കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, നിനക്കൊരു പ്രയാസവുമില്ലല്ലോ ആ കുട്ടികൾക്ക് ശരിയായ നിലക്ക് നടക്കാനും നന്നായി സംസാരിക്കാനുമുള്ള ഖുദ്റത്ത് മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായ എന്ന പൊന്നാര പേരമക്കളുടെ കറാമത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ആ അത്ഭുതം കാണിച്ചു തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളത് ചോദിക്കാൻ അർഹരല്ല. ഞങ്ങൾ പാവികളാണ്. ഞങ്ങളുടെ ദോഷം കൊണ്ട് ഞങ്ങൾ കൈ ഉയർത്തിയാൽ നിന്റെ റഹ്മത്ത് തടയപ്പെടുമോ എന്ന് വരെ പേടിക്കാൻ മാത്രം ദോഷികളാണ് റബ്ബേ. എങ്കിലും നീ ആദരിച്ച നിന്റെ അഹ്ലു ബൈത്തിന്റെ നിന്റെ ഹബീബിന്റെ കുടുംബത്തിന്റെയും ആ ഹബീബിന്റെയും ഹക്കുകൊണ്ട് റബ്ബേ, ആ കുട്ടികൾക്ക് നീ സംസാരശേഷിയും ചലനശേഷിയും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലാക്കല്ലേ റഹ്മാനെ. അതിന് മാത്രമല്ല, ഹിമ്മത്തും ഈമാനും ഇല്ലാത്ത സാധുക്കളാണ് റബ്ബേ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നിട്ടും നീ ഞങ്ങൾക്ക് ഫറജും മഹ്റജും തരണേ അല്ലാഹ്. റബ്ബേ, രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. വലിയ ദോഷികളാവുന്ന ഞങ്ങൾക്ക് ഈ റമളാൻ മാസത്തിലെങ്കിലും നീ പുറത്തു നിന്ന് ഈ ആദ്യത്തെ 10 അത് കഴിയാൻ പോകുന്നു. നിന്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നടുവിലെ 10 പ്രത്യേകമായ മഗ്ഫിറത്തിന്റെ അഹ്ലികാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നീ ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. അവസാനത്തെ 10 നീ ഇത്ഖ് ചെല്ലുന്ന പ്രത്യേക ഇത്ഖിന്റെ സമയത്ത് ലഭിക്കുന്ന ഭാഗ്യം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നീ ഇത്ഖ് ചെല്ലണേ അല്ലാഹ്. റമളാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ-റാഹിമായ നാഥ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനെ, സാധുക്കളായ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഗർഭിണികളായ സഹോദരിമാർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഡോക്ടർമാര് പറഞ്ഞ് പേടിപ്പിച്ച് പലരും ബേജാറിലാണ്. നീ എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പ്രായമെത്തിയ ഞങ്ങളെ മക്കൾക്ക് നീ
അനുയോജ്യരായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിലും തൊഴിലിലും മറ്റ് ഏർപ്പാടുകളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. റബ്ബേ, നിന്റെ കാവലും രക്ഷയും തുണയും തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നേതാക്കൾ, ഉലമാക്കൾ, സാദാത്യങ്ങൾ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ശത്രുക്കളുടെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷമാക്കണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കി തരണേ അല്ലാഹ്. മഹ്ശറയിലേക്കുള്ള ഓരോ കടമ്പകളും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ റഹ്മാനെ. നിന്റെ അർശിന്റെ തണലേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. റഹ്മാനെ, ഹബീബിന്റെ ചാരത്തണഞ്ഞ ആ ഷർഫാക്കപ്പെട്ട തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തിച്ചേരണേ അല്ലാഹ്. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അംബിയ, ഔലിയ, ശുഹദാ, സ്വാലിഹീങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, മശായിഖന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങൾ മൊത്താശയം ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആവസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയ്യത്ത് ഏറ്റെടുത്ത, ഞങ്ങൾ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മൂമിനും മൂമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.